Good evening. I am Akshaya. I had an All India rank of 2627 in the year 2020, and now I am doing third year MBBS in AIMS Nagpur. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT-യിലത്തെ ക്ലാസ് 11ലെ ചാപ്റ്റർ 11 ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ റെസ്പിറേഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ചും കൂടി അധികം ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണ്. ആൻഡ് കുറച്ച് കോറിലേഷനും സിമിലാരിറ്റിയും ഉണ്ട്. അപ്പോൾ റെസ്പിറേഷൻ പോലെ തന്നെ ഫോട്ടോസിന്തസിസും ഹൈ ഈൽഡിങ് ചാപ്റ്റർ ആണ്. നീറ്റ് എഴുതാൻ പോകുമ്പോൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ പാടില്ല. ഓൾറെഡി NCERT കൊടുത്തിരിക്കുന്ന ഓൾമോസ്റ്റ് ഓൾ പോയിന്റ്സ് ഇൻ ഓൾ സെന്റൻസസ് ഏത് ഓർക്കത്തിൽ ചോദിച്ചാലും പറയാവുന്ന രീതിയിൽ ആൻഡ് സൈക്കിൾസ് ആൻഡ് എക്സാമ്പിൾസ് അത്രയും തറോ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സിൽ എന്തൊക്കെ പഠിക്കുന്നു ഞാൻ ആദ്യം പറയാം. ആദ്യം നമ്മൾ ഫോട്ടോസിന്തസിസ് എന്താ പ്രോസസ് എന്ന് കാണും. ആൻഡ് കുറച്ച് എക്സ്പെരിമെന്റ്സ്, കുറച്ച് സയന്റിസ്റ്റ് നടത്തിയ കുറച്ച് എക്സ്പെരിമെന്റ്സ് നമ്മൾ പഠിക്കും. എന്തിനാ പഠിക്കുന്നത്? അവരുടെ ആ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എങ്ങനെയാ നടക്കുക, പ്ലാന്റ്സിൽ എങ്ങനെയാ നടക്കുക, അല്ലെങ്കിൽ എവിടുന്ന് എങ്ങനെ തുടങ്ങണം എന്നുള്ള ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയത് അവരാണ്. അപ്പൊ ആ ഏർലി എക്സ്പെരിമെന്റ്സ് എന്തൊക്കെയാന്ന് പഠിക്കും. ആൻഡ് ഫോട്ടോസിന്തസിസിന്റെ സൈറ്റും അങ്ങനെയുള്ള അതിന്റെ ഇമ്പോർട്ടൻസും അത് എവിടെയൊക്കെയാ നടക്കുന്നത്, എങ്ങനെയൊക്കെയാ നടക്കുന്നത് എന്നുള്ളത് പഠിക്കും. പിന്നെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന പിഗ്മെന്റ്സ് എന്താ, ലൈറ്റ് റിയാക്ഷൻ എന്താ, പിന്നെ റെസ്പിറേഷന് പഠിച്ച പോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എങ്ങനെയാ നടക്കുന്നത്, ആൻഡ് ATPയും NADPHും എങ്ങനെയാ യൂസ്ഡ് ആവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാ യൂട്ടിലൈസ്ഡ് ആവുന്നത്, ആൻഡ് പാത്വേസ് ലൈക്ക് C3 പാത്വേ, C4 പാത്വേ, പിന്നെ ഫോട്ടോ റെസ്പിറേഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഇത്രയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ദ ഹോൾ ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം തുടങ്ങാൻ പോകുന്ന ഫോട്ടോസിന്തസിസ് എന്താ എന്നുള്ളൊരു ബ്രീഫും പറഞ്ഞ് ഞാൻ തുടങ്ങാൻ പോവാണ്. ഇതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാണ്ട്, NCERT-യിലെ ഈ ചാപ്റ്ററിന്റെ ഫ്രണ്ടിൽ പ്ലാന്റ് ഫിസിയോളജി തുടങ്ങുന്നതിന് മുമ്പ് മെൽവിൻ കാൽവിൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിനെ കുറിച്ച് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മെൽവിൻ കാൽവിന്റെ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻസ് ഈ ചാപ്റ്ററിലും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കണം മെൽവിൻ കാൽവിന്റെ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ എന്താണ്, എന്താ അയാൾ പ്രൊപ്പോസ് ചെയ്താണ്. അതിവിടെ NCERT കൊടുത്തിട്ടുണ്ട്. കാൽവിൻ എന്ത് പ്രൊപ്പോസ് ചെയ്തു? അതായത് plants change light energy to chemical energy by electron transfer in an organized array of pigment molecules and other substances. അതായത് പ്ലാന്റ്സ് എന്ത് കൺവേർട്ട് ചെയ്യും? ലൈറ്റ് എനർജീനെ എടുത്തിട്ട് അതിനെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യും? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെ? ഈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് വഴി. നമ്മൾ റെസ്പിറേഷനിൽ പഠിച്ച പോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി എന്തിൽ നിന്ന് എന്തിലേക്കാണ് ട്രാൻസ്ഫർ നടത്തുക? കുറെ പിഗ്മെന്റ് മോളിക്യൂൾസും മറ്റ് കുറെ സബ്സ്റ്റൻസസും ഉണ്ട് പ്ലാന്റ്സിൽ. ഈ ഓരോ സബ്സ്റ്റൻസിലും പിഗ്മെന്റ് മോളിക്യൂൾസും ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് ആ എനർജി ഉപയോഗിച്ച് ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആക്കും. ആ പ്രോസസ്സ്, അത് ഹോൾ തിങ് പ്രൊപ്പോസ് ചെയ്തത് ആരാ? മെൽവിൻ കാൽവിൻ. അപ്പൊ ആ കാര്യം നോക്കി വെക്കാം. ആൻഡ് അയാൾ എന്തും കൂടി പറഞ്ഞു? പാത്വേ ഓഫ് കാർബൺ അസിമുലേഷൻ ഇൻ ഫോട്ടോസിന്തസിസ്. എന്ത് പ്രൊപ്പോസ് ചെയ്തു? പാത്വേ ഓഫ് കാർബൺ അസിമുലേഷൻ. കാർബൺ എങ്ങനെ അസിമുലേറ്റ് ആവുന്നത് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിൽ എന്നുള്ള കാര്യം ഹോളി മാപ്പ് ചെയ്തു അയാൾ. അപ്പൊ 2 കോൺട്രിബ്യൂഷൻ പഠിച്ചു. അതിന് അയാൾക്ക് നോബൽ പ്രൈസും കിട്ടി. അപ്പൊ എന്ത് പഠിച്ചു? പാത്വേ ഓഫ് കാർബൺ അസിമുലേഷൻ പഠിച്ചു. ആൻഡ് പ്രൊപ്പോസ് ചെയ്ത എന്താ? പ്ലാന്റ്സ് ലൈറ്റ് എനർജിനെ കെമിക്കൽ എനർജി ആക്കും ബൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. എന്തുമായിട്ട്? പിഗ്മെന്റ് മോളിക്യൂൾസും മറ്റു കുറെ സാധനങ്ങളും, അതായത് മറ്റു കുറെ സബ്സ്റ്റൻസും തമ്മിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടത്തിയിട്ട് പ്ലാന്റ്സ് എന്ത് കൺവേർട്ട് ചെയ്യും? ലൈറ്റ് എനർജിനെ കെമിക്കൽ എനർജി ആയിട്ട്. ഇനി നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് കടക്കാണ്. റെസ്പിറേഷനിൽ പഠിച്ച പോലെ തന്നെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നതും ഒരു എന്ത് ടൈപ്പ് പ്രോസസ് ആണ്? ഒരു ഫിസിക്കോ കെമിക്കൽ പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ്. ഫിസിക്കോ കെമിക്കൽ എന്ന് പറഞ്ഞാല് അതിൽ ഫിസിക്കോ എന്ന് പറഞ്ഞ പാട്ട് പറയുന്നത് എന്താ? അതായത് നമ്മൾ ബോഡിയിൽ നമ്മുടെ ആനിമൽസും ഹ്യൂമൻസും പ്ലാന്റ്സും ഒക്കെ റെസ്പയർ ചെയ്യുമ്പോൾ അതൊരു ഫിസിക്കോ കെമിക്കൽ പ്രോസസ് എന്ന് പറയുന്നു. അപ്പൊ അതേപോലെ കോറിലേറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. ഫിസിക്കോ എന്ന് വെച്ചാല് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ബേസിക് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിന് ഫിസിക്കോ എന്ന് പറഞ്ഞു. ആൻഡ് കെമിക്കോ എന്ന് വെച്ചാൽ എന്താ? കെമിക്കൽ എന്ന് വെച്ചാല് കെമിക്കൽ റിയാക്ഷൻസിന്റെ സഹായം നടക്കുന്നുണ്ട്. അതായത് കെമിക്കൽ റിയാക്ഷൻസിന്റെ സഹായം കൂടി കൂട്ടി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് വിളിച്ചു. ആൻഡ് അടുത്ത പോയിന്റ് എന്താ? ഈ പ്രോസസ്സിന്റെ അടുത്ത ഇമ്പോർട്ടന്റ് എന്താ? അതൊരു ആനബോളിക് പ്രോസസ് ആണ്. എന്ത് പ്രോസസ് ആണ്? ആനബോളിക് എന്ന് വെച്ചാൽ എന്താ?
എന്തോ സംതിങ് ഇസ് സിന്തസൈസ്ഡ് അല്ലെങ്കിൽ സംതിങ് ഇസ് ബീങ് സിന്തസൈസ്ഡ്, എന്തിന്റെയോ ഡിസ്ട്രക്ഷൻ അല്ല, സിന്തസിസ് ആണ് ആ പ്രോസസ്സിലേക്ക് കൂടി നടക്കുന്നത്. നമുക്കറിയാം എന്താ സിന്തസിസ് ഉണ്ടാകുന്ന ഫസ്റ്റ് വിസിബിൾ പ്രോഡക്റ്റ്, അതെന്താ അതിന്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെ നമ്മൾ വഴിയെ വഴിയെ പഠിക്കും. അപ്പോ അതൊരു ആനബോളിക് പ്രോസസ് ആണ്. ഈ ആനബോളിക് പ്രോസസ്സിൽ നടക്കുന്ന എന്താ, കാർബൺ കാർബൺ തമ്മിലുള്ള ബോണ്ട് ഫോർമേഷൻ ആണ് ഈ പ്രോസസ്സിൽ നടക്കുന്നത്. ആൻഡ് ഈ പ്രോസസ്സിനെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ഇതൊരു ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ് ആയിട്ട് പറയാൻ പറ്റും. അതായത് ഇതിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷനും നടക്കുന്നുണ്ട്. ഇനി ഇൻ വൺ വേ ഈ ദ ഹോൾ പ്രോസസ്സിന് ഒരു ഇക്വേഷൻ ആക്കി എഴുതാൻ വെച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും, CO2 വാട്ടറും ഉപയോഗിച്ച് എന്തിന്റെ ഒക്കെ പ്രസൻസില്, ലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ എന്ത് പ്രോഡക്റ്റ് എന്താ ഉണ്ടാവുക, C6H12O6 പ്ലസ് 6O2 പ്ലസ് 6 വാട്ടർ പ്ലസ് കുറച്ച് എനർജി. ഇത്രയും സാധനങ്ങൾ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതൊരു ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. കാരണം എന്തുകൊണ്ടാ, ഇവിടെ വാട്ടറിന് ഓക്സിഡേഷൻ നടന്ന് എന്തുണ്ട്, നമുക്ക് എന്ത് കിട്ടി, ഓക്സിജൻ കിട്ടി. ആൻഡ് ഇവിടെ എന്താ റെഡ്യൂസ് ആവുന്നത്, CO2. പ്ലാന്റ്സ് CO2 എടുത്ത് റെഡ്യൂസ് ആക്കി അതിനെ ഏത് ഫോമിലാക്കി, C6H12O6 ആക്കി. അപ്പൊ ഇതിൽ നിന്ന് ഇത്രയും കാര്യത്തിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലായി, ഇത് ഒരു ആനബോളിക് പ്രോസസ് ആണ്. കാരണം എന്തിന്റെ സിന്തസിസ് നടക്കുന്നുണ്ട്. എന്തിന്റെ സിന്തസിസ് നടക്കുന്നത്, കാർബൺ കാർബൺ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ഇതില് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ഇക്വേഷൻ പറഞ്ഞു എന്താ, 6CO2 പ്ലസ് 12H2O ലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും സഹായത്തിലെ കൂടി ഇതിലെ CO2 റെഡ്യൂസ് ആയി നമുക്ക് C6H12O6 കിട്ടി. ആൻഡ് വാട്ടർ ഓക്സിഡൈസ് ആയി നമുക്ക് ഓക്സിജൻ കിട്ടി. ആൻഡ് കുറച്ച് എനർജിയും കൂടെ റിലീസായി. ഇത്രയാണ് ഒരു ഏറ്റവും കുറവ് വേർഡ്സിൽ ഫോട്ടോസിന്തസിനെ നമുക്ക് ബ്രീഫ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ ഫോട്ടോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈറ്റ് സിന്തസിസ് നടക്കുക. ഇനി വേറൊരു പ്രോസസ് ആണ് കീമോസിന്തസിസ്. കീമോസിന്തസിസ് എന്ന് വെച്ചാൽ എന്താ, കീമോസിന്തസിസ് നടത്തുന്ന ആരൊക്കെയാ, കീമോസ് ചില ബാക്ടീരിയാസിൽ കാണാൻ പറ്റുന്ന പ്രോസസ് ആണ് കീമോസിന്തസിസ്. അതെങ്ങനെയാ, അവർ കുറെ കെമിക്കൽസ് ഉപയോഗിച്ച് ഓരോന്നിന്റെ സിന്തസിസ് നടക്കുന്നതിന് നമ്മൾ കീമോസിന്തസിസ് എന്ന് വിളിച്ചു. അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് നൈട്രിഫൈയിങ് ബാക്ടീരിയ. മിനറൽ ന്യൂട്രീഷന്റെ ചാപ്റ്ററിൽ ലാസ്റ്റ് നമ്മൾ പഠിക്കും നൈട്രിഫൈയിങ് ബാക്ടീരിയ, ചില ബാസിലസ്. ഈ ബാസിലസും നൈട്രിഫൈയിങ് ബാക്ടീരിയ എന്ത് ചെയ്യും, കീമോസിന്തസിസ് നടത്തും. ഇനി എനിക്ക് പറയേണ്ടത്, നമുക്കറിയാം ഫോട്ടോസിന്തസിസ് ആരിലൊക്കെയാ നടക്കുന്നത് നമ്മൾ ആദ്യം കാണും. അപ്പൊ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കുന്നത് കുറച്ച് ഹയർ പ്ലാന്റ്സ് മാത്രമല്ല, ഹയർ പ്ലാന്റ്സ് ഏറ്റവും അൾട്ടിമേറ്റ് ലെവലിൽ. ആൻഡ് താഴോട്ട് വന്നാല് എല്ലാ ആൽഗെ തൊട്ടുള്ള ബാക്കി എല്ലാ പ്ലാന്റ്സിലും നടക്കും. ആൻഡ് ചില ബ്ലൂ ഗ്രീൻ ആൽഗയിലും ഫോട്ടോസിന്തസിസ് നടക്കും നമുക്കറിയാം. ആൻഡ് ഇനി എന്താ, നമ്മൾ പ്ലാന്റ് ഫോട്ടോസിന്തസിസും ബാക്ടീരിയൽ ഫോട്ടോസിന്തസിസും തമ്മിലെ ഡിഫറൻസ് കാണാൻ പോവാണ്. എന്ത്, പ്ലാന്റ് ഫോട്ടോസിന്തസിസും ബാക്ടീരിയൽ ഫോട്ടോസിന്തസിസും. പ്ലാന്റ് ഫോട്ടോസിന്തസിസും ബാക്ടീരിയൽ ഫോട്ടോസിന്തസിലും മെയിൻ ഡിഫറൻസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ചാല്, പ്ലാന്റ്സ് എന്തിനെയാണ് ഓക്സിഡൈസ് ചെയ്തത്, വാട്ടറിനെയാണ് ഓക്സിഡൈസ് ചെയ്തിട്ട് എന്തുണ്ടാക്കിയത്, ഓക്സിജൻ ഉണ്ടാക്കിയത്. പക്ഷെ ബാക്ടീരിയ എന്തിനാ ഓക്സിഡൈസ് ചെയ്യുന്നത്, പ്ലാന്റ് ഫോട്ടോസിന്തസിസ് എങ്ങനെ നടക്കുന്നത്, വാട്ടറിനെയാണ് ഓക്സിഡേഷൻ നടത്തി ഓക്സിജൻ ആക്കുന്നത്. അപ്പൊ വാട്ടർ നമുക്ക് എന്ത് തരും, വാട്ടർ നമുക്ക് ഓക്സിജൻ തരും. ആൻഡ് ഇലക്ട്രോണിനെയും H+നെയും ഡോണർ ആയിട്ട് ഏതാ നമുക്കുള്ളത്, പ്ലാന്റ് ഫോട്ടോസിന്തസിൽ വാട്ടർ. പക്ഷെ ഇതേ സമയം ബാക്ടീരിയയില് H2S, ഇതാണ് മെയിൻ ഡിഫറൻസ്. H2S ആണ് നമ്മുടെ ഇലക്ട്രോൺ ആൻഡ് H+ ഡോണർ. പക്ഷെ ഈ ബാക്ടീരിയൽ ഫോട്ടോസിന്തസിൽ എക്സെപ്ഷൻ ഉണ്ട്. H2S ആണ് മിക്ക ബാക്ടീരിയാസിനും ഫോട്ടോസിന്തസിന് ഉപയോഗിക്കുന്നത്, എക്സെപ്റ്റ് ബ്ലൂ ഗ്രീൻ ആൽഗെ വെച്ച് ബാക്കി എല്ലാ ബാക്ടീരിയ ഓൾമോസ്റ്റ് H2S ഉപയോഗിച്ച് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ ഡോണർ H2S ആയിട്ട് ആക്ട് ചെയ്ത് പ്രോസസ്സ് നടക്കും. ആൻഡ് പ്ലാന്റ് ഫോട്ടോസിന്തസിൽ എങ്ങനെയാ, ഓക്സിജൻ റിക്വയർമെന്റ് ഉണ്ട്, കാരണം ഓക്സിജൻ എടുക്കുന്നുണ്ട്.
പക്ഷേ ബാക്ടീരിയൽ എങ്ങനെയാ? അനോക്സിജനിക്, അതായത് ഓക്സിജൻ ഇല്ല, ഓക്സിജൻ ഉണ്ടായി വരുന്നില്ല. നമുക്ക് ഈ ഇക്വേഷൻ നോക്കി അറിയാം, ഇവിടെ നമ്മൾ ഓക്സിജൻ റിലീസ് ആവുന്നുണ്ടായിരുന്നു ഈ ഫോട്ടോസിന്തസിൽ. പക്ഷെ ബാക്ടീരിയൽ എന്താ പറ്റുന്നത്? ഓക്സിജൻ റിലീസ് ആവുന്നില്ല, അനോക്സിജനിക് ആണ്. ആൻഡ് ഇത് എവിടെയാണ് നടക്കുന്നത്? പ്ലാന്റ്സിൽ നമുക്കറിയാം സെൽ ഓർഗനൽ. ഇതിനു വേണ്ടിയുള്ള സെൽ ഓർഗനൽ ഏതാ? ക്ലോറോപ്ലാസ്റ്റ്. പക്ഷെ ബാക്ടീരിയയില് ക്ലോറോപ്ലാസ്റ്റ് ഇല്ല, ക്ലോറോപ്ലാസ്റ്റ് ആബ്സെന്റ് ആണ്. പകരം ഉള്ളത് ഏതാ? ക്രോമാറ്റോഫോർ. ക്രോമാറ്റോഫോർ എന്ന് പറഞ്ഞ ഇൻഫോൾഡിങ്സ് വെച്ചാണ് ഈ ബാക്ടീരിയ ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ആൻഡ് അതിലെ പിഗ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാ നമുക്കറിയാം? ക്ലോറോഫിൽ, എ, ബി, സി, ഡി എന്ന് പറയുന്ന പിഗ്മെന്റ്സ് ആണ് പ്ലാന്റ് ഫോട്ടോസിന്തസിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ബാക്ടീരിയയില് ക്ലോറോഫിൽ ഇസ് ആബ്സെന്റ്. അവര് ബാക്ടീരിയ പെർപ്യൂരിൻ അല്ലെങ്കിൽ ബാക്ടീരിയ വിറിഡിൻ, ഏതൊക്കെ? ബാക്ടീരിയ പെർപ്യൂരിൻ, ബാക്ടീരിയോ വിറിഡിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്സ് ആണ് ക്ലോറോഫിൽ അല്ല, ബാക്ടീരിയോ പെർപ്യൂരിൻ, ബാക്ടീരിയ വിറിഡിൻ എന്ന് ബാക്ടീരിയയിൽ തന്നെ കാണുന്ന പിഗ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് വേവ് ലെങ്ത് 400 to 700 നാനോമീറ്റർ. അതായത് നമുക്കറിയാം ഇത് ഏതിൽ വരുന്നത്? ഇത് വിസിബിൾ സ്പെക്ട്രത്തിൽ വരുന്ന വേവ് ലെങ്ത് ആണ്. ഈ വേവ് ലെങ്ത് ഉപയോഗിച്ചാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ആര്? പ്ലാന്റ്സ്. പക്ഷെ ഈ വേവ് ലെങ്ത് ഉപയോഗിച്ചല്ല, പിന്നെ ഏതാ? ഇൻഫ്രാറെഡ് റീജിയനിൽ വെച്ചാണ് ആര്? ബാക്ടീരിയൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. അപ്പൊ നമ്മൾ പ്ലാന്റ് ആൻഡ് ബാക്ടീരിയൽ ഫോട്ടോസിന്തസിസ് നമ്മളെ ഡിഫറൻസ് കണ്ടു. ആൻഡ് അടുത്ത പോയിന്റ്, ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് അപ്പൊ ആരിലൊക്കെയാ കാണുക? ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് ആരിലാ പ്രസന്റ്? ഒരു MCQ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം ഏതിലൊക്കെയാ? ഗ്രീൻ പ്ലാന്റ്സ്. ആൻഡ് നമ്മൾ നേരത്തെ ഒരു എക്സെപ്ഷൻ പഠിച്ചിരുന്നു, ഏതാ? ബ്ലൂ ഗ്രീൻ ആൽഗെ ഒഴിച്ച് ബാക്കി എല്ലാ ബാക്ടീരിയ ആണ് ബാക്ടീരിയൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പൊ ഇതിൽ ഏതും കൂടി വന്നു? ബ്ലൂ ഗ്രീൻ ആൽഗയും കൂടി വന്നു. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് എന്തിലാന്ന് കണ്ടു. ഇനി അടുത്ത മെയിൻ പോയിന്റ്, റോ മെറ്റീരിയൽസ്. നമുക്ക് ഈ പ്രോസസ് തുടങ്ങുന്നത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേണമെന്ന് ആദ്യം അറിയണം. റോ മെറ്റീരിയൽസ്, ഇതിന്റെ ഫോട്ടോസിന്തസിസിലെ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാ? അതില് നമുക്ക് അറിയാം CO2. നമ്മൾ ആ ഇക്വേഷൻ ഓൾറെഡി കണ്ടിരുന്നു. അപ്പൊ CO2 നമ്മൾ എന്തൊക്കെയാ ആ ഇക്വേഷൻ നമ്മൾ എഴുതിയത്? CO2 എഴുതി, വാട്ടർ എഴുതി, പിന്നെ ലൈറ്റിന്റെ സഹായം ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റിന്റെ സഹായം കൂടി ഉണ്ടെന്ന് നമുക്കറിയാം. ആൻഡ് നമ്മൾ ഇത്രയും റോ മെറ്റീരിയൽസ് കണ്ടുപിടിച്ചു. അപ്പൊ ഈ പ്രോസസ്സിന് സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താ? ഈ ടോപ്പിക് തുടങ്ങും നമ്മൾ ആദ്യം അറിയണം ഇതൊക്കെ ആരാ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഈ കോൺട്രിബ്യൂഷൻസ്, അതായത് ഇന്ന സാധനങ്ങൾ വെച്ചാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചത് ആരാന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റ്സ് കാണും, അത് നടത്തിയ സയന്റിസ്റ്റിനെ കാണും, ആ എക്സ്പെരിമെന്റ്സിന്റെ ഇമ്പോർട്ടൻസും കാണും. അങ്ങനെ പഠിക്കേണ്ട ആദ്യത്തെ എക്സ്പെരിമെന്റ് മോൾസ് ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റ്സും സയന്റിസ്റ്റും അതിന്റെ ഇയറും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആ പ്രോസസ്സ് തന്നാൽ, അല്ലെങ്കിൽ സയന്റിസ്റ്റ് ചെയ്ത രീതി തന്ന് ഇത് ഏത് എക്സ്പെരിമെന്റാ, ഇത് ആരാ കണ്ടുപിടിച്ചത്, ഇത് ഏത് വർഷം കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. അപ്പോ മോൾസ് ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ് എന്താ, എന്തിനു വേണ്ടിയാ? ഈ എക്സ്പെരിമെന്റ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയണം എന്ത് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. നമ്മളല്ല, ആ സയന്റിസ്റ്റ് എന്ത് കോൺട്രിബ്യൂഷൻ, എന്ത് പ്രൂവ് ചെയ്യാനാണ് ചെയ്തത്? പ്രൂവ് ദി എസെൻഷ്യാലിറ്റി ഓഫ് ഡാഷ് ഇൻ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ആ ഡാഷ് എന്താന്ന് അറിഞ്ഞിരിക്കണം. എന്താ ഡാഷ്? മോൾസ് എക്സ്പെരിമെന്റ് CO2ന്റെ എസെൻഷ്യാലിറ്റി കാണിക്കാൻ വേണ്ടി ചെയ്ത എക്സ്പെരിമെന്റ് ആണ്. ഇനി നമ്മൾ എന്ത് കാണും? ഇനി എങ്ങനെയാ നടത്തുന്നത് കാണും. നടത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഞാനൊരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു ബ്രീഫ് പറയുകയാണെങ്കിൽ, ഇത് ഒരു ചട്ടിയിൽ ഒരു പ്ലാന്റ് ഉണ്ട്, ഇത് പ്ലാന്റിന്റെ ഇല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിന്റെ ഒരു ഇല എടുത്തു. ആൻഡ് നമ്മൾ ഇതിനെ ഈ ഇലയിൽ എന്തും നമ്മൾ മുക്കി വെക്കും. ഈ ഇല നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബില് എന്തെടുക്കും? KOH എന്ന് പറഞ്ഞ സാധനം എടുക്കും.
KOH എന്ന് പറഞ്ഞ കെമിക്കൽ എടുത്തിട്ട്, കെമിക്കൽ എടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ കുറച്ചും കൂടി കഴിയുമ്പോൾ പറയും. KOH എടുത്തിട്ട് ഈ ഇല ഒരു പകുതിയോളം ഈ കെമിക്കലിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മുക്കി വെക്കും. അങ്ങനെ ഈ ഇല എടുത്തു. ഈ ഇല എടുത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിന് ഏറ്റവും ഈ പ്രോസസ്സിന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആദ്യം ഡീസ്റ്റാർച്ച് ചെയ്യും. അതായത് ഓൾറെഡി ഈ പ്ലാന്റ് എന്തെങ്കിലും സ്റ്റാർച്ച് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസ് ഓൾറെഡി കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ, അതിനെ നമുക്ക് യൂട്ടിലൈസ്ഡ് ആക്കണം. കാരണം നമ്മൾ റോ പ്ലാന്റ് എടുക്കാൻ പറ്റില്ല. കാരണം ഏത് പ്ലാന്റ് എടുത്താലും നമുക്ക് കുറച്ച് സ്റ്റാർച്ച് അതിൽ പ്രസന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ ഡീസ്റ്റാർച്ച് ചെയ്യാൻ എവിടെ കൊണ്ടുവെക്കും? നമ്മൾ ഇരുട്ടുള്ള റൂമിൽ കൊണ്ടുവച്ചാൽ, അതായത് ഇരുട്ടുള്ള റൂമിലാണെങ്കിൽ ലൈറ്റ് ഇല്ല. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ലൈറ്റ് ആവശ്യമുണ്ട്, ഈ പ്രോസസ്സിന് ആവശ്യമുണ്ട്. അപ്പൊ ലൈറ്റോ CO2 H2 ക്ലോറോഫിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം കൊടുക്കാണ്ടിരുന്നാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? നമുക്ക് ഈ എക്സ്പെരിമെന്റ് നടക്കില്ല എന്ന് എന്തായാലും പറയാൻ പറ്റും. അപ്പോ ഈ സയന്റിസ്റ്റ് എന്ത് ചെയ്തു? സയന്റിസ്റ്റ് ഡീസ്റ്റാർച്ച് ചെയ്യാൻ ഈ പ്ലാന്റിനെ ഇരുട്ടത്ത് കൊണ്ടുവച്ച് ഇതിലുള്ള സ്റ്റാർച്ച് ആദ്യം യൂട്ടിലൈസ്ഡ് ആക്കി. ആൻഡ് ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലാന്റിൽ ഓൾറെഡി സ്റ്റാർച്ച് ഒന്നും കണ്ടെയ്നിങ് അല്ല, ഇനി ഉണ്ടാക്കിയാലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു പ്ലാന്റിനെ എടുത്തു ആൻഡ് ഇതിന്റെ ഹാഫ് ലീഫ് നമ്മൾ KOH മുക്കി വെച്ചു. KOH മുക്കി വെക്കാൻ കാരണം എന്താ? KOH ഒരു CO2 അബ്സോർബന്റ് ആണ്. CO2 അബ്സോർബ് ചെയ്തെടുക്കും KOH. ആൻഡ് അപ്പൊ എന്താ പറ്റുക? അത്രയും ഭാഗം, ആ ഇലയുടെ അത്രയും ഭാഗത്ത് CO2 ഇല്ലാണ്ടാവും. അതായത് CO2 യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാനോ, കാരണം CO2 ഓൾറെഡി KOH വലിച്ചെടുത്തതുകൊണ്ട്. ആൻഡ് നമ്മൾ ഈ ഇലേനെ ഇനി എന്ത് ചെയ്യും? ഈ ഇലേനെ നമ്മൾ സ്റ്റാർച്ചിന്റെ ടെസ്റ്റിന് കൊണ്ടുപോകും. സ്റ്റാർച്ചിന്റെ ടെസ്റ്റ് ചെയ്താ, അതായത് അയഡിനുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സ്റ്റാർച്ച് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി നമ്മൾ അയഡിനുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാണും? നമുക്കറിയാം സ്റ്റാർച്ച് കണ്ടെയ്നിങ് സാധനം അയഡിനുമായിട്ട് റിയാക്ഷൻ നടന്നാൽ ബ്ലൂ ബ്ലാക്ക് കളർ വരും. പക്ഷെ നമുക്കറിയാം ഇത്രയും ഭാഗത്ത്, ഈ ഹാഫ് ഭാഗത്ത് CO2 ഇല്ലായിരുന്നു. അപ്പൊ CO2 ഇല്ലെങ്കിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? CO2 ഇല്ലെങ്കിൽ സ്റ്റാർച്ച് ഇല്ല. സ്റ്റാർച്ച് ഇല്ലെങ്കിൽ എന്താ പറ്റുക? അവിടെ ബ്ലൂ ബ്ലാക്ക് കളർ വരില്ല, ഒരു കളർ ചേഞ്ചും കാണിക്കില്ല. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ ഈ പ്രോസസ്സിന് ആൻസർ കിട്ടിയാല് നമുക്ക് പറയാൻ പറ്റും CO2 ഇല്ലാണ്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, അതായത് സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ റിസൾട്ട് നോക്കിയപ്പോ നമുക്ക് എന്ത് കിട്ടി? ഇത്രയും ഭാഗത്ത് അതായത് മുക്കി വെക്കാത്ത ഭാഗത്ത്, അതായത് CO2 ഓൾറെഡി ഉണ്ട് എന്നുള്ള ഭാഗത്ത് ബ്ലൂ ബ്ലാക്ക് കളർ ചേഞ്ച് കിട്ടി. അതായത് അവിടെ സ്റ്റാർച്ച് സിന്തസിസ് നടന്നു എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഈ CO2 കൊടുക്കാത്ത സ്ഥലത്ത് ഫോട്ടോസിന്തസിസ് നടന്നില്ല, അതേപോലെ തന്നെ എന്തുമില്ല, സ്റ്റാർച്ചും ഇല്ല, അതുകൊണ്ട് കളർ ചേഞ്ചും ഇല്ല. അപ്പൊ ഇതാണ് മോൾസ് ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ്. ഇനി ഇത് ആദ്യത്തെ എക്സ്പെരിമെന്റ്. ഇത് എന്തിന്റെ എസെൻഷ്യാലിറ്റിയാ? CO2 എസെൻഷ്യാലിറ്റി. ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത എക്സ്പെരിമെന്റ് എന്താ? നമുക്കറിയാം രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് സാധനം എന്താ? ക്ലോറോഫിൽ ഇല്ലാത്തൊരു ഒരു സാധനത്തില് അല്ലെങ്കിൽ ഒരു പ്ലാന്റില് ഈ ഫോട്ടോസിന്തസിസ് നടക്കുമെന്ന് നമ്മൾ നോക്കണം. അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ അടുത്ത എക്സ്പെരിമെന്റ് എടുത്തു. എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ചാല് നമ്മളൊരു പ്ലാന്റ് എടുത്തു വിത്ത് variegated ലീഫ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രോട്ടൺ പ്ലാന്റ്. വാരിഗേറ്റഡ് ലീഫ് എന്ന് വെച്ചാൽ എന്താ? ആ പ്ലാന്റിലെ എല്ലാ സ്ഥലത്തും ഈക്വലി ക്ലോറോഫിൽ ഇല്ലെങ്കിൽ എന്താ? ഗ്രീൻ പിഗ്മെന്റ് ഗ്രീൻ കളർ കൊടുക്കാൻ സഹായിക്കുന്ന സാധനമാണ് ഈ ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റ്. അപ്പൊ കുറച്ചിങ്ങനെ യെല്ലോയിഷ് ആയിട്ടുണ്ടാവുന്ന ഒരു പ്ലാന്റ്, അതാണ് വാരിഗേറ്റഡ് ലീഫ്. വാരിഗേറ്റഡ് ലീഫ് എന്ന് വെച്ചാൽ പ്ലാന്റ് ഓൾറെഡി ഗ്രീൻ ആയിരിക്കും, പക്ഷെ നമുക്കറിയാം ഇതിന്റെ ഈ വാരിഗേറ്റഡ് പ്ലാന്റ് ലീഫിൽ ചില സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് ഫേഡായി ഡ്രൈ ആയ പോലെ, അതായത് പിഗ്മെന്റ് ഇല്ലാത്ത പോലെ യെല്ലോ കളർ ഉണ്ടാവും. അതാണ് ഒരു വാരിഗേറ്റഡ് ലീഫ്. ആൻഡ് ബാക്കിയുള്ള സ്ഥലത്ത് നോർമൽ ലീഫ് ഉള്ള പോലെ തന്നെ ഗ്രീൻ കളറും. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു വാരിഗേറ്റഡ് ലീഫ് എടുത്തു ആൻഡ് ഇതിനെ എന്ത് ചെയ്തു? ഡീസ്റ്റാർച്ച് ചെയ്തു. അതായത് നമ്മൾ എൻഷുർ ചെയ്തു ഓൾറെഡി കണ്ടെയ്നിങ് സ്റ്റാർച്ച് ഒക്കെ യൂട്ടിലൈസ്ഡ് ആയി. ഡീസ്റ്റാർച്ച് ചെയ്ത് നമ്മൾ ഇനി ആദ്യം അടുത്ത റിക്വയർമെന്റ് കൊടുത്തു, ലൈറ്റിൽ കൊണ്ടുവച്ചു. ഡീസ്റ്റാർച്ച് ചെയ്യാൻ നമ്മൾ ഡാർക്ക് റൂമിൽ കൊണ്ടുവെക്കണം. ഇനി നമുക്ക് നോക്കണം, ഓൾറെഡി ഇപ്പൊ സ്റ്റാർച്ച് ഒന്നും ഇല്ല, നമ്മൾ എൻഷുർ ചെയ്തു. ഇനി നമ്മൾ അടുത്ത് എന്താ നോക്കേണ്ടത്? ലൈറ്റിൽ വെച്ചാല് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. ആൻഡ് ലൈറ്റിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ അയഡിനോയിഡിൽ ടെസ്റ്റ് ചെയ്തു. അയഡിനോയിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ
ഇത്രയും ഭാഗം ഈ ആദ്യം ഗ്രീൻ ആയിരുന്ന ഭാഗം മാത്രം ബ്ലൂ ബ്ലാക്ക് കളർ ചേഞ്ച് തന്നു. അതിനർത്ഥം അത്രയും ഭാഗം മാത്രമേ സ്റ്റാർച്ച് പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയുള്ളൂ. ബാക്കി നടുക്ക് നോ കളർ ചേഞ്ച്, നടുക്ക് നെഗറ്റീവ് ടെസ്റ്റ് വന്നു. ഇനി അപ്പൊ നമുക്ക് മനസ്സിലായി ക്ലോറോഫിൽ ഇല്ലാണ്ട് എന്ത് നടക്കില്ല, ഫോട്ടോസിന്തസിസ് ഓഫ് സ്റ്റാർച്ച് പ്രൊഡക്ഷനോ നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ രണ്ട് സാധനങ്ങൾ ഇപ്പൊ കണ്ടു. എന്തൊക്കെ കണ്ടു? ആദ്യം CO2ന്റെ ഇമ്പോർട്ടൻസ് കണ്ടു, ആൻഡ് ഇപ്പൊ ക്ലോറോഫിലിന്റെ എസെൻഷ്യാലിറ്റി കണ്ടു. ഇനി അടുത്തത് എസെൻഷ്യാലിറ്റി ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിന്റെ എസെൻഷ്യാലിറ്റി നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് ആലോചിച്ചു ഒരു വഴി കണ്ടുപിടിച്ചു. എന്താ? ഒരു പ്ലാന്റ് എടുത്തു, ഇത് ലീഫ്. ഇനി ഇതിനാദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡീസ്റ്റാർച്ച് ചെയ്യും. ഡീസ്റ്റാർച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫോയിൽ പേപ്പർ എടുത്ത് ഈ ലീഫിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ചു വെച്ചു. ഇതെന്താ? ഫോയിൽ. അപ്പൊ നമ്മളൊരു പ്ലാന്റ് എടുത്ത് ഡയറക്ട്ലി അതിന്റെ സൺലൈറ്റിന്റെ അവൈലബിലിറ്റി നമ്മൾ ലിമിറ്റ് ചെയ്യാണ്. എങ്ങനെ? ഒരു ഫോയിൽ പേപ്പർ വെച്ച് രണ്ട് സൈഡും കവർ ചെയ്തു. ആൻഡ് നമ്മൾ അയഡിൻ ടെസ്റ്റിന് അയച്ചു. എല്ലായിടത്തും ചെയ്ത പോലെ തന്നെ അയഡിൻ ടെസ്റ്റ്. അപ്പൊ ഇതിന്റെ കൺക്ലൂഷൻ എന്തായിരിക്കും? ഇതാണ് ലീഫ് എങ്കിൽ ഇത്രയും ഭാഗത്ത് ഫോയിൽ ഉണ്ടായിരുന്നു, അത്രയും ഭാഗം നെഗറ്റീവ് റിസൾട്ട് തന്നു. അതായത് അവിടെ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. സൺലൈറ്റിന്റെ അവൈലബിലിറ്റി ലിമിറ്റ് ചെയ്തു, അതായത് അത്രയും ഭാഗത്ത് കിട്ടിയില്ല, അതുകൊണ്ട് ആ പ്രോസസ്സ് നടന്നില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സൺലൈറ്റ് ഇല്ലാണ്ടും ഫോട്ടോസിന്തസിസ് നടക്കില്ല. അപ്പൊ അടുത്ത എസെൻഷ്യൽ എലിമെന്റ് എന്താ ഈ പ്രോസസ്സിന്റെ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എന്താ? സൺലൈറ്റ് ആണെന്ന് മനസ്സിലായി. ബാക്കിയുള്ള സ്ഥലത്ത് നേരത്തെ കിട്ടിയ പോലെ തന്നെ ബ്ലൂ ബ്ലാക്ക് കളർ ചേഞ്ച് കിട്ടി. അപ്പൊ നമ്മൾ എസെൻഷ്യാലിറ്റി ഓഫ് സൺലൈറ്റും പ്രൂവ് ചെയ്തു. ഇനി അടുത്ത കാണാൻ പോകുന്ന എക്സ്പെരിമെന്റ് 1770 നടക്കുന്ന ഒരു ഏർലി എക്സ്പെരിമെന്റ് ആണ്. ഇത് ആര് നടത്തി? ഇത് NCERT സെന്റൻസ് ആണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ. ഏർലി എക്സ്പെരിമെന്റ് അത് ആര് നടത്തിയ സയന്റിസ്റ്റിന്റെ പേര് ജോസഫ് പ്രീസ്ലി. ജോസഫ് പ്രീസ്ലിന് ഒരു പ്രത്യേകതയുണ്ട്. അയാളാണ് ഓക്സിജൻ എന്ന എലിമെന്റ് ഡിസ്കവർ ചെയ്തത്. ഹൂ ഡിസ്കവർഡ് ഓക്സിജൻ എന്ന് നമുക്ക് പറയാൻ പറ്റണം, ജോസഫ് പ്രീസ്ലി. ഏത് കൊല്ലം? 1774. ഇനി ഇവിടെ ഇയാളുടെ ഇമ്പോർട്ടൻസ് എന്താ? ഇവിടെ എന്താന്ന് വെച്ചാല് ഈ എക്സ്പെരിമെന്റിൽ അയാൾ എന്ത് ചെയ്തു? ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ ചില സാധനങ്ങൾ കണ്ടുപിടിച്ചു. എന്ത്? ഒരു പ്ലാന്റിന് അതിന്റെ അറൗണ്ട് ഉള്ള എയർ എത്ര ഫൗൾ ആണെങ്കിലും അത് പ്യൂരിഫൈ അല്ലെങ്കിൽ അതിലെ ഓക്സിജൻ റീസ്റ്റോർ ചെയ്ത് റീപ്ലനിഷ് ചെയ്യുന്ന കണ്ടുപിടിച്ചു. അയാൾ എന്ത് ചെയ്തു? Proved plant can purify or restore foul air. അതായത് ഓക്സിജൻ ഇല്ലാത്ത ഫൗൾ എയർ, യൂട്ടിലൈസബിലിറ്റി ഇല്ലാത്ത എയർ ബൈ ആഡിങ് ഓക്സിജൻ. അപ്പൊ ജോസഫ് പ്രീസ്ലി അയാൾ ഓക്സിജൻ 1774 കണ്ടുപിടിച്ചു. ആൻഡ് ഇപ്പൊ ഈ എക്സ്പെരിമെന്റ് 1770 നടക്കുന്ന ഈ എക്സ്പെരിമെന്റ് അയാൾ എന്ത് പ്രൂവ് ചെയ്തു? പ്ലാന്റ് ഒരു പ്യൂരിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു പഠിച്ചു. ആൻഡ് ഇയാൾ നടത്തിയ പ്ലാന്റ് മിന്റിന്റെ ലീഫ് വെച്ചാണ് ഇയാൾ ചെയ്തത്. ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞ് നമ്മൾ NCERT പോകും. അടുത്ത സയന്റിസ്റ്റ് ജാൻ ഇംഗൻഹൗസ്. വർഷം 1779. അയാൾ എന്ത് പ്രൂവ് ചെയ്തു? അയാൾ പ്രൂവ് ചെയ്തത് പ്ലാന്റ് ക്യാൻ ഓക്സിജൻ ഉണ്ടാക്കണമെങ്കിൽ, അതായത് പ്ലാന്റ് ഓക്സിജൻ റിലീസ് ചെയ്യണമെങ്കിൽ എന്തിന്റെ പ്രസൻസിൽ തന്നെ പറ്റൂ? സൺലൈറ്റിന്റെ പ്രസൻസിൽ. അതായത് എസെൻഷ്യാലിറ്റി സൺലൈറ്റ് ബ്രീഫ് ചെയ്ത് അങ്ങനെ പറയാം. അതായത് പ്ലാന്റ് ഫോംസ് O2 ഓൺലി ഇൻ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമേ ഈ പ്രോസസ്സ് നടക്കുള്ളൂ എന്നാണ് പറഞ്ഞു. സൺലൈറ്റ് എന്ന് പറയുമ്പോൾ ആരുടെ പേര് ഓർമ്മ വരണം? ജാൻ ഇംഗൻഹൗസ്. പിന്നെ ഈ ഇയറും ഓർമ്മ വരണം. ഇത്രയും കാര്യമായി. ഇയാൾ എങ്ങനെ ഇത് പ്രൂവ് ചെയ്തത്? ഒരു അക്വാട്ടിക് പ്ലാന്റ് എടുത്തു, ഒരു ടംബ്ലർ എടുത്തു, ടംബ്ലറിൽ വെള്ളം എടുത്തു, ആൻഡ് നമ്മൾ ഈ അക്വാട്ടിക് പ്ലാന്റിനെ ഇതിലിട്ടു. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? ലൈറ്റ് എൻട്രി നമ്മൾ പ്രിവെന്റ് ചെയ്തു. അതായത് ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ നമ്മൾ കൊണ്ടുവച്ചു. ആൻഡ് വേറൊരു പ്ലാന്റിനെ ഇതേപോലെ ടംബ്ലറിലെടുത്ത് വെള്ളത്തിലും കൂടി എടുത്തിട്ട് ഈ പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്തു?
ലൈറ്റിന്റെ പ്രസൻസിൽ കൊണ്ടുവച്ചു. അതായത് ലൈറ്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുവച്ചു. അപ്പൊ നമ്മൾ കണ്ട ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ലൈറ്റ് ഉള്ള സ്ഥലത്ത് ഈ അക്വാട്ടിക് പ്ലാന്റ് വെച്ചപ്പോ അതിൽ കുറച്ച് ബബിൾസ് കാണാൻ പറ്റി നമുക്ക് ഈ ടംബ്ലറിനുള്ള വെള്ളത്തിൽ. ഈ ബബിൾസ് എന്താ? ബബിൾസ് ഓഫ് ഓക്സിജൻ. അതായത് അപ്പൊ നമുക്ക് മനസ്സിലായി ഓക്സിജൻ റിലീസിന് എന്ത് വേണം? സൺലൈറ്റ് വേണം. അതായത് ഓക്സിജൻ റിലീസ് എന്ന് പറഞ്ഞാൽ ഇത് ഹോൾ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്, അതിന് സൺലൈറ്റ് വേണം നമുക്ക് മനസ്സിലായി. ആൻഡ് അപ്പോ ജാൻ ഇന്ത്യൻ ഹൗസ് 1779 എന്ത് പ്രൂവ് ചെയ്തു? സൺലൈറ്റ് വേണമെന്ന്. ഇതിനടുത്ത പ്ലാന്റിന്റെ പേര് ഹൈഡ്രില്ല. ഹൈഡ്രില്ല എന്ന് പറഞ്ഞ പ്ലാന്റ്, അതായത് ഒരു അക്വാട്ടിക് പ്ലാന്റ് എടുത്ത് ഇത്രയും കാര്യങ്ങൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്ത സയന്റിസ്റ്റ് ജൂലിയസ് വോൺ സാക്സ്. നമുക്കറിയാം സാക്കറൈഡ് എന്ന് പറഞ്ഞ ഷുഗറിനെയാ വിളിക്കുന്നത്. അപ്പൊ സാക്സ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എങ്ങനെ ഗ്ലൂക്കോസ് എങ്ങനെയാ പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്തെന്ന് പറയാണ് ഇയാൾ ചെയ്തത്. സാക്കറൈഡ് എന്ന് കോറിലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവും അതിന്റെ ആൻസർ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സ്റ്റാർച്ച്. അപ്പോ ഇയാൾ പ്രൂവ് ചെയ്തു ഗ്ലൂക്കോസ് ഇൻ പ്ലാന്റ്സ് സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്തറിയാം? സ്റ്റാർച്ച് എങ്ങനെ ഉണ്ടാവുന്നത് നമുക്കറിയാം. പ്ലാന്റില് എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൽ ഉണ്ട്. ആൻഡ് ക്ലോറോപ്ലാസ്റ്റില് ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ഉണ്ട്. ഈ പിഗ്മെന്റ് സഹായത്തോടുകൂടി ഗ്ലൂക്കോസ് ഉണ്ടാവും. ആൻഡ് ഈ ഗ്ലൂക്കോസ് എങ്ങനെയാ സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റോറേജ് ഫോം എങ്ങനെയാ? സ്റ്റാർച്ച്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജൂലിയസ് വോൺ സാക്സ് പറഞ്ഞത്. നെക്സ്റ്റ് വാൻ നീൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്. വാൻ നീൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്ത് ചെയ്തു? ആദ്യം അയാൾ എക്സ്പെരിമെന്റ് ചെയ്തത് ഗ്രീൻ ആൻഡ് പേർപ്പിൾ സൾഫർ ബാക്ടീരിയയിലാണ്. ഗ്രീൻ ആൻഡ് പേർപ്പിൾ സൾഫർ ബാക്ടീരിയയില് നമുക്കറിയാം ഗ്രീൻ ആൻഡ് സൾഫർ പേർപ്പിൾ ബാക്ടീരിയ അതിന്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ അത് ഫോട്ടോസിന്തറ്റിക് ആണ്. ആൻഡ് അതിന് H2O ആണോ H2S ആണോ ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു ബാക്ടീരിയൽ ഫോട്ടോസിന്തസിസിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോൺ ആൻഡ് H+ ഡോണർ ആരാ? H2S ആണ്. വാട്ടർ അല്ല, H2S ആണ്. ഇനി ഈ ഫോമുല നമുക്കറിയാം. ഫോമുല എന്തായിരുന്നു? വെള്ളവും CO2 ആദ്യം കൂടി ചേർന്ന് ലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ എന്തൊക്കെ ഉണ്ടാവും? C6H12O6 വാട്ടറും പിന്നെ എന്തുണ്ട്? പിന്നെ C6H12O6 ഓക്സിജനും വാട്ടറും കൂടി ഉണ്ടാവുന്നത്. ഇനി ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ എടുത്തു. അതായത് H2S എടുത്തു. H2S നമുക്കറിയാം ആക്ച്വലി എന്താ നമുക്ക് നോക്കേണ്ടത്? ഇതില് ഈ ഫോട്ടോസിന്തസിന്റെ പ്രോസസ്സിൽ ഓക്സിജൻ റിലീസ് ആവും നമുക്കറിയാം. പക്ഷെ ഈ ഓക്സിജൻ എവിടത്തെയാണ്? വാട്ടറിലെ ഓക്സിജൻ ആണോ CO2 ഓക്സിജൻ ആണോ നമുക്കറിയില്ല. കാരണം രണ്ട് സബ്സ്റ്റേറ്റ്സിലും ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതിലെ ഓക്സിജൻ ആണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇയാൾ H2S വെച്ച് ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ഗ്രീൻ ആൻഡ് പേർപ്പിൾ സൾഫർ ബാക്ടീരിയനെ എടുത്തത്. അപ്പൊ എന്താ കണ്ടത്? H2Oയും H2Sനെയും നമുക്ക് കോമൺ ആയിട്ട് H2A എന്ന് എഴുതാം. ഈ ഏഴ് സ്ഥലത്ത് എന്തും ആവാം. H2S ആവാം അല്ലെങ്കിൽ H2O ആവാം. അപ്പോ ഇത് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? നമുക്കറിയാം ഒരു ഷുഗർ എന്തായാലും കിട്ടും. C6H12O6 കിട്ടുന്ന പോലെ ഷുഗറിന്റെ കോമൺ റെഡ്യൂസ്ഡ് കോമ്പൗണ്ട് നമ്മൾ CH2O എന്ന് എഴുതി. ആൻഡ് നമുക്കറിയാം വാട്ടർ കിട്ടും. ഇനി ഇതില് ഈ H2O ആണോ H2S ആണോ നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഇപ്പുറത്തെ സൈഡിൽ ഓക്സിജൻ കിട്ടുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കിട്ടുമോ നമുക്കറിയില്ല. പക്ഷെ ഈ പ്രോസസ് ചെയ്തപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ വന്നത് വാട്ടറിലെ ഓക്സിജൻ ആണ് റിലീസ് ആയത്, അല്ലാണ്ട് ഏതല്ല CO2 ഓക്സിജൻ അല്ല. അപ്പൊ നമുക്ക് CO2 ഓക്സിജൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയെന്നെ? ഓക്സിജൻ തന്നെ കിട്ടിയെന്നെ. പക്ഷെ നമുക്കറിയാം പേർപ്പിൾ സൾഫർ ബാക്ടീരിയയില് H2S ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജൻ അല്ല കിട്ടുന്നത്, സൾഫർ ആണ് റിലീസ് ആവുന്നത്. അപ്പൊ നമുക്ക് അതോടെ എന്ത് മനസ്സിലായി? CO2 ഓക്സിജൻ അല്ല, വാട്ടറിലെ ഓക്സിജൻ ആണ് ഓക്സിജൻ ആയിട്ട് റിലീസ് ആവുന്നത് മനസ്സിലായി. അപ്പോ നമ്മൾ ഇവിടെ എന്തെഴുതി? ഇയാള് പ്രൂവ് ഒന്നും ചെയ്തില്ല, സജസ്റ്റ് ചെയ്തു. എന്ത്? ഓക്സിജൻ കംസ് ഫ്രം H2O ആൻഡ് നോട്ട് CO2. ഇത്രയും കാര്യം അയാൾ പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മൾ ഇതും കൂടി മനസ്സിലാക്കണം. ഇനി അടുത്ത സയന്റിസ്റ്റ് വന്നു. അടുത്ത സയന്റിസ്റ്റിന്റെ പേരാണ് റൂബൻ ആൻഡ് കേമൻ. റൂബൻ ആൻഡ് കേമൻ എന്ത് ചെയ്തു?
റൂബൻ ആൻഡ് കെയ്മൻ ഇതൊന്നും കൂടി പ്രൂവ് ചെയ്യാൻ നോക്കി. അതായത് ഈ ഓക്സിജൻ വാട്ടറിന്റെ ആണോ അതോ CO2ന്റെ ആണോ? അപ്പൊ അയാൾ എന്ത് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്തത്? റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഉപയോഗിച്ചു. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ്, അതായത് നമുക്കറിയാം ഓക്സിജനില് O16 ആണ് അതിന്റെ ഫോർമുല. പക്ഷെ റേഡിയോ ആക്റ്റീവ് ഓക്സിജനില് ഏതാ? O18. ഏതാ? O18 ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ഇക്വേഷൻ നോക്കാണ്. ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? H2O അതായത് വാട്ടറിന്റെ റേഡിയോ ആക്റ്റീവ് ഓക്സിജൻ ആണ്, O18 ആണ്. ആൻഡ് CO2 ഏതാ? O16 ആണ്, നോർമൽ ഓക്സിജൻ. ഇനി റിയാക്ഷൻ കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടി O2 കിട്ടി. നമ്മൾ ഈ O2 ഏത് ഐസോട്ടോപ്പ് ആണോ നോക്കിയപ്പോ നമുക്ക് എന്ത് കിട്ടി? 18. അതായത് വാട്ടറിലെ ഓക്സിജൻ 18 തന്നെയാണ് ഈ ഓക്സിജൻ ആയിട്ട് റിലീസ് ചെയ്തതെന്ന് മനസ്സിലായി. അങ്ങനെ എന്ത് പ്രൂവ് ചെയ്തു? റൂബൻ ആൻഡ് കാമിൻ പ്രൂവ്ഡ് O2 comes from water and not CO2. നേരത്തെ നമ്മൾ നോക്കി എന്താ? വാനിൽ സജസ്റ്റ് ചെയ്തിരുന്നു ഇതിങ്ങനെ നടക്കുന്ന ഗ്രീൻ ആൻഡ് പേർപ്പിൾ സൾഫർ ബാക്ടീരിയയിൽ. പക്ഷെ റൂബൻ ആൻഡ് കെയ്മൻ പറഞ്ഞു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പിംഗ് വഴി എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിലല്ല വാട്ടറിന്റെ ഓക്സിജൻ ആണ് ഓക്സിജൻ ആയിട്ട് റിലീസ് ആവുന്നത്. ഇനി നമുക്ക് NCERT നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പോവാണ്. നമുക്കറിയാം എന്ത്? പ്ലാന്റ്സ് ഓട്ടോട്രോഫ്സ് ആണ്, അതായത് സ്വന്തം ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ളവർ. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ആദ്യം സ്റ്റാർച്ച് ഫോർമേഷന് എന്തൊക്കെ സാധനങ്ങൾ വേണം. കുറച്ച് സിമ്പിൾ എക്സ്പെരിമെന്റ്സ് നടത്തിയിരുന്നു. അതായത് ക്ലോറോഫിൽ നെസസറി ആണ്, ലൈറ്റ് നെസസറി ആണ്, CO2 നെസസറി ആണെന്ന് കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ എക്സ്പെരിമെന്റ്സ്. ആദ്യം നമ്മൾ വെറൈഗേറ്റഡ് ലീഫിന്റെ എക്സ്പെരിമെന്റ് കണ്ടു. എന്നിട്ട് അതിന് എന്ത് പ്രൂവ് ചെയ്തു? അതിനെ ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ ബ്ലാക്ക് പേപ്പർ വെച്ച് ഫോയിൽ കവർ ചെയ്ത് നമ്മൾ ലൈറ്റിനോട് എക്സ്പോസ് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായി ആ കവർ ചെയ്ത ഭാഗത്ത് സ്റ്റാർച്ച് സിന്തസിസ് നടന്നിട്ടില്ല. അതായത് ഫോട്ടോസിന്തസിസ് occurred only in the green parts of the plants in the presence of light നമ്മൾ കണ്ടു. ഇനി വേറെ എക്സ്പെരിമെന്റ് എന്താ കണ്ടത്? നമ്മൾ KOH വെച്ച് ലീഫിനെ എൻക്ലോസ് ചെയ്തപ്പോ അത്രയും ഭാഗത്തില് CO2 അബ്സോർബ്ഡ് ആയിപ്പോയി. എന്നിട്ട് നമ്മൾ സ്റ്റാർച്ച് ഫോർമേഷൻ അയഡിൻ ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആ KOH മുക്കി വെച്ച ഭാഗത്ത് സ്റ്റാർച്ച് ഉണ്ടായിട്ടില്ല, അതായത് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ ആ പ്രോസസ് ഓൾറെഡി കണ്ടു. ഇനി ഏർലി എക്സ്പെരിമെന്റ്സ്, ആദ്യം നമ്മൾ ആരുടെ എക്സ്പെരിമെന്റ് കണ്ടു? ജോസഫ് പ്രീസ്ലി കുറെ എക്സ്പെരിമെന്റ് നടത്തി. ഓൾസോ ഡിസ്കവർഡ് ഓക്സിജൻ ഇൻ 1774. ആൻഡ് പ്രീസ്ലി ആദ്യം നടത്തിയ എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ചാല് ഒരു ജാർ എടുത്തു, ഒരു ഗ്ലാസ് ജാർ. ആൻഡ് ഇതിനുള്ളിൽ നമ്മൾ ഒരു മൗസിനെയും വെച്ചു, ബേണിംഗ് കാൻഡിലും വെച്ചു. ആൻഡ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് മനസ്സിലായി? നമുക്കറിയാം ഈ മൗസ് എന്ത് ചെയ്യും? ഓക്സിജൻ കൺസ്യൂം ചെയ്യും. അതായത് ഓക്സിജൻ കൺസ്യൂം ചെയ്ത് CO2 പുറത്തേക്ക് വിടും. നമുക്കറിയാം ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒക്കെ യൂഷ്വലി യൂസ് ചെയ്യുന്ന സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ വന്ന് ഇത് ഫുള്ളി ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ഓക്സിജനും ഈ മൗസ് ഉള്ളിലോട്ടെടുത്ത് ഫുൾ CO2 റിലീസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്താ? ഈ ബേണിംഗ് കാൻഡിലിന് ബേൺ ചെയ്യാൻ ഓക്സിജൻ റിക്വയർമെന്റ് ഉണ്ടല്ലോ, അത് മീറ്റ് ചെയ്യാത്ത അവസ്ഥ വന്നപ്പോ എന്ത് പറ്റി? കാൻഡിലും എക്സ്റ്റിംഗ്വിഷ് ആയി പോയി ആൻഡ് ഈ മൗസും ചത്തുപോയി. കാരണം മൗസിന് എന്ത് വേണം? ഓക്സിജൻ വേണം. ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്ത് ക്ലോസ്ഡ് ജാർ ആയതുകൊണ്ട് ഓൾറെഡി ഫുൾ കൺസ്യൂംഡ് ആയിപ്പോയി. മൗസും ചത്തു, കാൻഡിലും എക്സ്റ്റിംഗ്വിഷ് ആയി. പക്ഷെ ഇതേ എക്സ്പെരിമെന്റ് ഇൻ പ്രസൻസ് ഓഫ് എ ഗ്രീൻ പ്ലാന്റിന്റെ പ്രസൻസിൽ ഇതേ എക്സ്പെരിമെന്റ് നടത്തിയപ്പോ അയാൾക്ക് എന്ത് മനസ്സിലായി? അയാൾക്ക് മനസ്സിലായി ഈ മൗസും ചാവുന്നില്ല, കാൻഡിലും എക്സ്റ്റിംഗ്വിഷ് ആവുന്നില്ല. അപ്പോ ദർ ഇസ് സംതിങ്, അതായത് ഈ എയർ കുറച്ച് ഫൗൾ എയർ ആയിരുന്നു, അതിനെ പ്യൂരിഫൈ ചെയ്ത് അവിടത്തേക്ക് ഓക്സിജൻ കൊണ്ടുവന്ന് ഈ മൗസിനെ ജീവിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്തു ഈ പ്ലാന്റ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി എത്രമാത്രം ഓക്സിജൻ ഈ മൗസ് എടുത്താലും എന്നിട്ട് CO2 പുറത്തേക്ക് വിട്ടാലും ഈ പ്ലാന്റ് എന്ത് ചെയ്യും? ഈ CO2 എടുത്ത് പിന്നെയും ഓക്സിജൻ തിരിച്ചുവിട്ട് കാൻഡിലിനെയും ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു, മൗസിനെയും ജീവിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോ നമ്മൾ കണ്ടുപിടിക്കുന്ന ജോസഫ് പ്രീസ്ലിന്റെ എക്സ്പെരിമെന്റ് ഏത് ഇയറാ? 1770 ജോസഫ് പ്രീസ്ലി ഓക്സിജൻ ഈ എക്സ്പെരിമെന്റ് നടത്തി. ആൻഡ് വെൻ ഡിഡ് ഹി ഡിസ്കവർ ഓക്സിജൻ? 1774. ആൻഡ് നമുക്കറിയാം കാൻഡിൽ ബേണിംഗ് ഇൻ എ ക്ലോസ്ഡ് സ്പേസ്, ഒരു ജാറിൽ കാൻഡിൽ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. എന്ത് സാധനം കണ്ടുപിടിച്ചു? അതായത് ഈ ഗ്രീൻ പ്ലാന്റ് എന്ത് ചെയ്തു? പ്ലാന്റ്സ് റിസ്റ്റോർ ടു ദി എയർ വാട്ട് എവർ ബ്രീതിങ് ആനിമൽസ് ആൻഡ് ബേണിംഗ് കാൻഡിൽസ് റിമൂവ്. ഈ കാര്യം പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചിരുന്നു,
എന്ത് സൺലൈറ്റ് ഇസ് എസെൻഷ്യൽ എന്ന് പറയാൻ ആരാ സൺലൈറ്റ് ഇസ് എസെൻഷ്യൽ എന്ന് പറഞ്ഞത് പ്രൂവ് ചെയ്തത്? ജാൻ ഇംഗ്വൻ ഹൗസ് സൺലൈറ്റ് എസെൻഷ്യൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എങ്ങനെയാ പ്രോസസ് നടത്തിയത്? ഇയാളുടെ എക്സ്പെരിമെന്റിൽ ഒരു അക്വാട്ടിക് പ്ലാന്റ് ഏതായിരുന്നു? ഹൈഡ്രില്ല എന്ന് പറഞ്ഞ പ്ലാന്റിനെ എടുത്ത് ലൈറ്റിൽ കൊടുത്തിട്ടും ചെയ്തു, ഡാർക്കിലും ചെയ്തു. അതായത് ഡാർക്ക് എൻവയൺമെന്റിലും ചെയ്തു. അതായത് സൺലൈറ്റ് എൻട്രി പ്രോഹിബിറ്റ് ചെയ്തു. ആൻഡ് സൺലൈറ്റിലും വെച്ച് ഈ പ്ലാന്റിനെ കൊണ്ടുവച്ചു. എന്നിട്ട് നമുക്ക് എന്ത് നോക്കി? ബബിൾസ് ടു ബി ഫോംഡ്. ഏതില്? ആകെ ലൈറ്റിന്റെ പ്രസൻസിൽ വെച്ച പ്ലാന്റിന് മാത്രമേ ഫോട്ടോസിന്തസിസ് നടത്തി ഓക്സിജൻ റിലീസ് വിച്ച് ഇസ് സീൻ ആസ് ബബിൾസ് ഇൻ ദി വാട്ടർ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് പ്രൂവ് ചെയ്ത് എന്താ? സൺലൈറ്റിന്റെ പ്രസൻസ് ഇല്ലാണ്ട് ഫോട്ടോസിന്തസിസ് നടത്തില്ല എന്ന് പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് ജൂലിയസ് വോൺ സാക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സാക്രൈഡ് ഗ്ലൂക്കോസിന്റെ സ്റ്റോറേജ് ഫോം എന്താ? സ്റ്റാർച്ച് ആണെന്ന് പ്രൂവ് ചെയ്ത ആളാണ്. അപ്പൊ 1854 ഇയാൾ എന്ത് ചെയ്തു? എവിഡൻസ് പ്രൊവൈഡ് ചെയ്തു ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് വെൻ പ്ലാന്റ്സ് ഗ്രോ ആൻഡ് ഗ്ലൂക്കോസ് ഇസ് യൂഷ്വലി സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച്. ആൻഡ് ഇയാൾ ഓൾസോ എന്തും കൂടി പ്രൂവ് ചെയ്തു? ഗ്രീൻ സബ്സ്റ്റാൻസ് ഇൻ പ്ലാന്റ്സ്. എന്താന്നറിയില്ല ഗ്രീൻ സബ്സ്റ്റൻസ്, പക്ഷെ പിന്നീട് അത് നെയിം ചെയ്യപ്പെട്ടു. എന്ത്? ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ആയിട്ട്. ആൻഡ് ഈ ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ഏത് സ്പെഷ്യൽ ബോഡീസ് അല്ലെങ്കിൽ ഓർഗനൈസിലാണുള്ളത്? ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ്, പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ ഉള്ളത് എന്ന് കൂടി അയാൾ പ്രൂവ് ചെയ്തു. ആൻഡ് ഗ്ലൂക്കോസ് യൂഷ്വലി സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച്. ഇനി അടുത്ത എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ടി.ഡബ്ല്യു. എംഗൽമാൻ എന്താ പറഞ്ഞത്? ഹി ഗേവ് ആക്ഷൻ സ്പെക്ട്രം എന്ന് വെച്ചാൽ ഞാനിപ്പോ എന്താന്ന് പറയും. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൽ ഓക്സിജന്റെ റിലീസ് കൂടി വന്ന് എന്താ? അറ്റ്മോസ്ഫിയർ ഫുൾ പ്യൂരിഫൈഡ് ആയി ഓക്സിജൻ റിച്ച് ആക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ആൻഡ് ഇയാൾ എന്ത് ചെയ്തു? യൂസ് ചെയ്ത മെറ്റീരിയൽ. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇയാള് ടി.ഡബ്ല്യു. എംഗൽമാൻ ആക്ഷൻ സ്പെക്ട്രം പ്രൂവ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ ഏതാ ഉപയോഗിച്ചത്? ക്ലാഡോഫോർ ഉപയോഗിച്ചു, എയറോബിക് ബാക്ടീരിയ ഉപയോഗിച്ചു. ക്ലാഡോഫോർ നമ്മൾ ഓൾറെഡി പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ചിരുന്നു, വിച്ച് ഇസ് മൾട്ടി സെല്ലുലാർ ഫിലമെന്റസ് ഗ്രീൻ ആൽഗെ. ഫിലമെന്റസ് ആയിട്ടുള്ള ഒരു മൾട്ടി സെല്ലുലാർ ഗ്രീൻ ആൽഗയാണ് ഇത് ക്ലാഡോഫോറ. ഇനി ഇയാൾ ചെയ്ത എന്താന്ന് വെച്ചാല് ഒരു ടബില് ഫിലമെന്റസ് ഗ്രീൻ ആൽഗനെ എടുത്തു. ഇതെന്താ? ക്ലാഡോഫോറ. ഇതെന്താ? വാട്ടർ. നമുക്ക് എന്താ നമ്മൾ നോക്കുന്നത്? നമ്മൾ നോക്കി ക്ലാഡോഫോറ ഫോട്ടോസിന്തസിസ് നടത്തും. എല്ലാ റോ മെറ്റീരിയലും സപ്ലൈ ചെയ്ത് ക്ലാഡോഫോറ ഫോട്ടോസിന്തസിസ് നടത്തി കഴിയുമ്പോൾ എന്താ? നമ്മൾ ഓക്സിജൻ ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ ഓക്സിജൻ എവിടെയാ ഉണ്ടാവുന്ന അറിയാം. നമ്മൾ ഇതിന്റെ ഉള്ളില് ഈ വാട്ടറിന്റെ ഉള്ളില് എന്തിന്റെ പ്രസൻസ് നോക്കി? എയറോബിക് ബാക്ടീരിയ കിട്ടും. ആൻഡ് നമുക്ക് മനസ്സിലായി കൂടുതൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ ആ ഓക്സിജനെ കൺസ്യൂം ചെയ്യുന്നിടത്ത് അവിടെ നല്ല എക്സ്റ്റെൻസീവ് ഗ്രോത്ത് കാണാൻ പറ്റും. ഏതിന്റെ? എയറോബിക് ബാക്ടീരിയ. പക്ഷെ കുറവ് ഓക്സിജനെ ഉള്ളൂ എങ്കിൽ, അതായത് ഫോട്ടോസിന്തസിസ് കുറവേ നടന്നുള്ളൂ എങ്കിൽ എന്താ? ഈ ഗ്രീൻ ആൽഗെ കുറച്ച് ഓക്സിജനെ റിലീസ് ആവും. അപ്പൊ കുറച്ച് എയറോബിക് ബാക്ടീരിയനെ കാണാൻ പറ്റും. അപ്പൊ എയറോബിക് ബാക്ടീരിയ ആക്ച്വലി ഒരു ഇൻഡിക്കേറ്റർ പോലെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ എന്ത് കണ്ടു? നമുക്കറിയാം ഫോട്ടോസിന്തസിസ് ബെസ്റ്റ് നടക്കുന്നത് വൈറ്റ് ലൈറ്റിലാണ്. വൈറ്റ് ലൈറ്റ് എന്ന് വെച്ചാൽ എന്താ? വിബ്ജിയോർ. ഓൾ ദി കോമ്പണൻസ് മിക്സ് ആയിട്ട് കളറിന് ഏത് കളർ വരും? എല്ലാ കളേഴ്സും മിക്സ് ആയിട്ട് 7 കളേഴ്സ് മിക്സ് ആയിട്ട് കളർ വൈറ്റ് ലൈറ്റ് ആവും. ഈ വൈറ്റ് ലൈറ്റ് ഇസ് ഓൾസോ നോൺ ആസ് പോളിക്രോമാറ്റിക് ലൈറ്റ്. ഈ വൈറ്റ് ലൈറ്റിന് നമ്മളൊരു പ്രിസത്തിലേക്കൂടെ കയറ്റിവിട്ടു. കയറ്റിവിട്ടാൽ എന്താ പറ്റുക? സ്കാറ്ററിങ് നടക്കും, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് നടക്കും. അപ്പോ 1 2 3 4 5 6 7 കോമ്പണൻസ്. ഈ 7 ഏതൊക്കെയാ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇങ്ങനെ പോളിക്രോമാറ്റിക് ലൈറ്റിനെ നമ്മൾ ഇപ്പൊ ലാസ്റ്റ് എന്താക്കി? മോണോക്രോമാറ്റിക്. ഇനി ഈ ഓരോ മോണോക്രോമാറ്റിക് ലൈറ്റിലെ ഓരോ കളേഴ്സും നമ്മൾ ഇതിലേക്ക് സപ്ലൈ ചെയ്തു. അതായത് വൈറ്റ് ലൈറ്റിന് പകരം അല്ലെങ്കിൽ സൺലൈറ്റിന് പകരം നമ്മൾ ഇവിടെ ഓരോ കളേഴ്സ് വെച്ച് ഗ്രോത്ത് നോക്കാണ് എയറോബിക് ബാക്ടീരിയ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്സിജൻ കൂടുതൽ റിലീസ് ആവുകയാണെങ്കിൽ
കൂടുതൽ എയറോബിക് ബാക്ടീരിയ കാണും. അപ്പൊ ഏതാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ എയറോബിക് ബാക്ടീരിയനെ കാണാൻ പറ്റുന്നു. അങ്ങനെ നോക്കിയപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ഈ റെഡിലും ബ്ലൂയിലും കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ കണ്ടത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ ഓക്സിജൻ കണ്ടത് റെഡിലാ. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലൂയിൽ കണ്ടു. ബാക്കിയുള്ള സ്ഥലത്ത് കുറവാണ്. ആൻഡ് ഏറ്റവും കുറവ് കണ്ടത് ഗ്രീനില്. ഗ്രീൻ ലൈറ്റ് ആണ് മോണോക്രോമാറ്റിക് ലൈറ്റ് ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്തതെങ്കിൽ ഏറ്റവും കുറവ്. കാരണം നമുക്ക് ഓൾറെഡി അറിയാം ഗ്രീൻ പ്ലാന്റ്സിന് ഗ്രീൻ കളർ എന്തുകൊണ്ടാ? ഗ്രീൻ ലൈറ്റ് അവർ അബ്സോർബ് ചെയ്യുന്നില്ല, അവർ റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ഗ്രീൻ കളർ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഗ്രീൻ കളറിൽ ഏറ്റവും ലീസ്റ്റ് ഫോട്ടോസിന്തസിസും ആൻഡ് ബാക്കിയുള്ള ബ്ലൂയിലും റെഡിൽ ഏറ്റവും മോസ്റ്റ്, അത് കഴിഞ്ഞ് ബ്ലൂ ഏറ്റവും കുറവ് ഗ്രീനില്. അപ്പൊ നമ്മൾ ആ ഗ്രാഫിൽ നമ്മൾ എങ്ങനെ വരക്കും? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂയില് കുറച്ചുണ്ടായിരുന്നു, അതായത് ദ പ്രോസസ് അല്ലെങ്കിൽ ഓക്സിജൻ. റെഡില് നല്ലോണം. ഈ നടുക്ക് വരുന്ന ഗ്രീൻ ഒക്കെ എങ്ങനെയാ? ഈ നടുക്ക് ഗ്രീനും ബാക്കിയുള്ള കളേഴ്സിലും ഏറ്റവും കുറവ് നടക്കും. അപ്പോ വയലറ്റും ഇൻഡിഗോ, ബ്ലൂ, ആ ബ്ലൂവിന്റെ സ്പെക്ട്രത്തിൽ കുറച്ച് അധികം ആൻഡ് ഗ്രീനിൽ നല്ല കുറവ്. ആൻഡ് ഫൈനലി റെഡ് കൊടുത്തപ്പോ നല്ല റിലീസ് ഓഫ് ഓക്സിജൻ കണ്ടു, അതായത് നല്ല ഗ്രോത്ത് ഓഫ് എയറോബിക് ബാക്ടീരിയനെ കണ്ടു. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? റെഡും ബ്ലൂവും ലൈറ്റ് കൊടുത്തപ്പോ മാക്സിമം എയറോബിക് ബാക്ടീരിയ, which proves what? Maximum oxygen production, അതായത് maximum photosynthesis occurs. ഏതൊക്കെ കളേഴ്സില്? ഇൻ റെഡ് ആൻഡ് ബ്ലൂ. നമ്മൾ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തു. amount of oxygen released is directly proportional to rate of photosynthesis. ഇത്രയും കാര്യം പ്രൂവ് ചെയ്തു. അപ്പോ നമുക്ക് ടച്ചിലേക്ക് വരാം. TW എംഗൽമാൻ അയാൾ പ്രിസം ഉപയോഗിച്ച് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ കമ്പോണൻസുമായിട്ട്. ആൻഡ് അയാൾ എന്തെടുത്തു? ഗ്രീൻ ആൽഗിയ ക്ലൗഡ് ഓഫ് ഓറൻ എടുത്ത് ഒരു സസ്പെൻഷൻ ഓഫ് എയറോബിക് ബാക്ടീരിയയിൽ പ്ലേസ് ചെയ്തു. ആൻഡ് ഈ ബാക്ടീരിയ എന്തിനാ ഉപയോഗിക്കുന്നത്? ടു detect the sites of oxygen evolution. Bacteria accumulates mainly in the region of blue and red light of split spectrum. ബ്ലൂയിലും റെഡിലും ആണ് കൂടുതൽ ഗ്രോത്ത് കണ്ടത്. അപ്പൊ അവിടെയാണ് കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് മനസ്സിലായി. അങ്ങനെ ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് ആര് ഡിസ്ക്രൈബ് ചെയ്തു? TW എംഗൽമാൻ. ഇനി ഇതാണ് എന്ത്? ദ ഹോൾ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഒരു എംപിരിക്കൽ ഇക്വേഷൻ കൊടുത്താല്. ആൻഡ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു കോർണീലിയസ് വാൻ നീൽ അയാൾ എന്താ ചെയ്ത്? പേർപ്പിൾ ആൻഡ് ഗ്രീൻ ബാക്ടീരിയനെ വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അതായത് ഫോട്ടോസിന്തസിസ് ഒരു ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ ആണ് നമുക്കറിയാം. അതില് ഈ H2A എന്ന് പറയുന്ന സാധനം ഓക്സിഡൈസ് ആവും ആൻഡ് CO2 വന്ന് റെഡ്യൂസ് ആവും. ആൻഡ് സാധാരണ ഗ്രീൻ പ്ലാന്റ്സിലും ഹയർ പ്ലാന്റ്സിലും ഒക്കെ ഓക്സിജൻ റിലീസ് ആവുന്നത് വാട്ടറിൽ നിന്നാണ്, അല്ലാണ്ട് CO2 അല്ലാന്ന് കണ്ടുപിടിച്ചു. അതായത് വാട്ടർ ഇസ് ദ ഹൈഡ്രജൻ ഡോണർ ആൻഡ് ഇസ് ഓക്സിഡൈസ് ടു O2. അപ്പൊ ഒന്നും കൂടി റിവൈസ് ചെയ്യണമെങ്കിൽ ഹോൾ സയന്റിസ്റ്റ് ഏർലി എക്സ്പെരിമെന്റ്സ് ജോസഫ് പ്രീസ്ലിന്റെ മറ്റേ മൗസ് വെച്ചുള്ള എക്സ്പെരിമെന്റ് കണ്ടു. അത് കഴിഞ്ഞ് അയാൾ മിന്റിൽ എക്സ്പെരിമെന്റ് ചെയ്തു കണ്ടു. ആൻഡ് ഇന്ത്യൻ ഹൗസിന്റെ എന്ത് കണ്ടു? ഹൈഡ്രജന് സൺലൈറ്റിന്റെ പ്രസൻസ് ഇല്ലാണ്ടും വെച്ചപ്പോ എങ്ങനെയാന്ന് കണ്ടു. ആൻഡ് ജൂലിയസ് വോൺ സാക്സ് എന്താ പ്രൂവ് ചെയ്തത്? ഗ്ലൂക്കോസ് ഇൻ പ്ലാന്റ്സ് സ്റ്റോർഡ് as starch. And I also found out a green pigment is called chlorophyll, which is found in chloroplast എന്ന സെൽ ഓർഗൻസില്. പ്ലാന്റ്സില് ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന ക്ലോറോഫില്ലും അത് അവിടെയാണ് എന്തുണ്ടാവുന്നത്? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്, അതായത് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ആൻഡ് ഗ്ലൂക്കോസ് ഇസ് സ്റ്റോർഡ് ആസ് ഏത് ഫോമില്? സ്റ്റാർച്ചിന്റെ ഫോമിൽ എന്ന് കണ്ടു. കോർണീലിയസ് വാൻ നീൽ എന്ത് പറഞ്ഞു? ഗ്രീൻ ആൻഡ് പർപ്പിൾ സൾഫർ ബാക്ടീരിയ ഉപയോഗിച്ച് ഓക്സിജൻ വാട്ടറിൽ നിന്നാണ് വരുന്നത് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് അല്ല വരുന്നതെന്ന് കണ്ടു. ആൻഡ് ഈ റൂബൻ കാമൻ എന്ത് ചെയ്തു? ഇത് ടെക്സ്റ്റിലില്ല പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം റൂബൻ കാമൻ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിക് മെത്തേഡ് വഴി റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിക് ഓക്സിജനെ എടുത്ത് എന്ത് ചെയ്തു? നമ്മൾ പ്രൂവ് ചെയ്തു ഓക്സിജൻ കംസ് ഫ്രം വാട്ടർ ആൻഡ് നോട്ട് CO2. ആൻഡ് ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം തന്ന ആളാരാ? TW എംഗൽമാൻ. അയാൾ ഏത് ഓർഗാനിസത്തിലാണ് എക്സ്പെരിമെന്റ് ചെയ്തത്? ഏത് ഓർഗാനിസത്തിലാ? അയാൾ ക്ലാഡോഫോറൻ എടുത്തു, വിച്ച് ഇസ് എ ഗ്രീൻ ആൽഗെ. ആൻഡ് വേറൊരു സസ്പെൻഷൻ ഇട്ടു. എന്തിന്റെ സസ്പെൻഷൻ ഇട്ടു? എയറോബിക് ബാക്ടീരിയന്റെ സസ്പെൻഷൻ ഇട്ടു. ആൻഡ് നമ്മൾ വൈറ്റ് ലൈറ്റ്, അതായത് പോളിക്രോമാറ്റിക് ലൈറ്റ്
സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെന്റ് കോമ്പണൻസ് ആക്കിയിട്ട് എന്ത് ചെയ്തു, കോമ്പണൻസ് ആക്കിയിട്ട് ഏതിലാണ് കൂടുതൽ ഓക്സിജൻ റിലീസ് അല്ലെങ്കിൽ ഏതിലാണ് നല്ല ഗ്രോത്ത് കണ്ടത് എയറോബിക് ബാക്ടീരിയന്റെ നോക്കി. അതായത് amount of O2 released proportional to rate of photosynthesis എന്ന് കണ്ടു. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ആരാണ് എയറിന്റെ എസെൻഷ്യാലിറ്റി പ്രൂവ് ചെയ്തത്? അതായത് എയർ ഇസ് എസെൻഷ്യൽ ഫോർ ദി ഗ്രോത്ത് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ് പ്രൂവ് ചെയ്തത് ആരാ? അപ്പൊ നമുക്ക് ഏത് എക്സ്പെരിമെന്റിന്റെ ഓർമ്മ വരണം? എയർ, അതായത് ആരാ പ്യൂരിഫൈ ചെയ്യുന്നു പറഞ്ഞത്? ജോസഫ് പ്രീസ്ലി ആണ്. അപ്പൊ ജോസഫ് പ്രീസ്ലി എന്താ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ? ജോസഫ് പ്രീസ്ലി. അയാൾ ആ മൗസിന്റെ എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടിരുന്നല്ലോ, ഗ്രീൻ പ്ലാന്റ് വെച്ചപ്പോ ആ സറൗണ്ടിങ് എന്ത് ചെയ്തു, ആ ക്ലോസ്ഡ് ജാറിന്റെ ഉള്ളിലത്തെ എൻവയൺമെന്റ് ഗ്രീൻ പ്ലാന്റ് പ്യൂരിഫൈ ചെയ്ത് മൗസിനെയും മറ്റേ ക്യാൻഡിലിനെയും എക്സ്റ്റിംഗ്വിഷ് ആവാണ്ടും ഡെത്ത് ആവാണ്ടും ഹെൽപ്പ് ചെയ്തു. അപ്പൊ എസെൻഷ്യൽ റോൾ ഓഫ് എയർ ഇൻ ദ ഗ്രോത്ത് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ് പ്രൂവ് ചെയ്തത് ജോസഫ് പ്രീസ്ലി. ഇനി അടുത്ത പറയുന്നത് ഫോട്ടോസിന്തസിന്റെ സൈറ്റ് ഏതാന്ന് നമുക്ക് ചോദിക്കുന്നത്. അങ്ങനെ സൈറ്റ് ഏതാന്ന് വെച്ചാൽ നമുക്കറിയാം ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റ് എന്തായാലും ഗ്രീൻ പ്ലാന്റ്സിന് ആവശ്യമാണ്. അപ്പോ സൈറ്റ് നമുക്ക് പറയാം ഗ്രീൻ ലീവ്സ്. ഈ ക്ലോറോഫിൽ ഉണ്ടാവുന്നത് എന്ത് കൊടുക്കും? ഇമ്പാർട്ട് ചെയ്യും, ഒരു ഗ്രീൻ കളർ ഇമ്പാർട്ട് ചെയ്യും. അങ്ങനെ ഗ്രീൻ ലീവ്സിലാണ് ഫോട്ടോസിന്തസിസ് കൂടുതൽ നടക്കുന്നത്. ഇനി ഈ ലീഫിന്റെ ഒരു സെക്ഷൻ എടുത്തു, ഈ ലീഫിന്റെ ഒരു കട്ട് സെക്ഷൻ എടുത്തു. നമ്മൾ എന്ത് കണ്ടു? രണ്ട് സൈഡിലും എപ്പിഡെർമൽ സെൽസ് കണ്ടു. ഈ എപ്പിഡെർമൽ സെൽസ് നമുക്കറിയാം നോൺ ഗ്രീൻ ആണ്. നോൺ ഗ്രീൻ എപ്പിഡെർമൽ സെൽസ് കണ്ടു. നടുക്ക് കുറെ ഗ്രീൻ സെൽസ് കണ്ടു. ഈ ഗ്രീൻ സെൽസ് നമ്മൾ വിളിച്ചു മീസോഫിൽ സെൽസ് എന്ന് വിളിച്ചു. ഇതിന്റെ നടുക്ക് എന്തുണ്ട്? VB, അതായത് വാസ്കുലർ ബണ്ടിൽ ഉണ്ട്. ആൻഡ് ഇതിനെ സറൗണ്ട് ചെയ്ത് ദ ഹോൾ പാരൻകൈമ എന്തും കൊണ്ട് ഫോം ചെയ്തിരിക്കുന്നത്? മീസോഫിൽ, which are green cells. ഈ മീസോഫിലില് എന്തുണ്ട്? ഈ മീസോഫിലിന്റെ സെല്ലില് എന്തുണ്ട് നമുക്ക് മനസ്സിലായി? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൽ ഉണ്ട്. ഇനി ഈ ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ നമുക്കറിയാം ക്ലോറോഫിൽ എന്ന് പറഞ്ഞ ഗ്രീൻ പിഗ്മെന്റ് ഉണ്ട്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഇതാണ് ആ ലീഫിന്റെ സെക്ഷൻ അല്ലെങ്കിൽ ഒരു സെല്ല് എങ്കില് ഞാൻ ചോദിക്കാണ്, ഇതില് ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെ പാരലൽ ആണോ അതോ ഇങ്ങനെ പെർപെൻഡിക്കുലർ അലൈൻമെന്റിലാണോ എന്ന് ചോദിച്ചാല് എന്ത് പറയാൻ പറ്റും? ക്ലോറോപ്ലാസ്റ്റ് പാരലൽ അലൈൻമെന്റ് ടു ദി വാൾ ഓഫ് മീസോഫിലിന്റെ വാളുമായിട്ട് പാരലൽ അലൈൻമെന്റ് ആയാലല്ലേ നമുക്ക് വരുന്ന സൺലൈറ്റും മറ്റുള്ള ഓക്സിജനുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ വലിച്ചെടുത്ത് അതേപോലെ ബാക്കി വേണ്ടാത്ത സാധനങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റൂ. അപ്പോ നമുക്ക് അലൈൻമെന്റ് എന്താന്ന് കിട്ടി? പാരലൽ അലൈൻമെന്റ് ആണെന്ന് കിട്ടി. പാരലൽ അലൈൻമെന്റ് എന്തിനു ഹെൽപ്പ് ചെയ്യും? ഓപ്റ്റിമം ലൈറ്റിനും ഗ്രേറ്റർ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസിനും ഹെൽപ്പ് ചെയ്തു. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഭയങ്കര ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി ഉള്ള ഒരു സറൗണ്ടിങ്ങിൽ കൊണ്ടുവച്ചു. നമ്മൾ ഈ പ്ലാന്റിനെ എന്ത് വെച്ചു? ഭയങ്കര കൂടുതൽ ലൈറ്റ് ഇന്റൻസിറ്റി ഉള്ള സ്ഥലത്ത് വെച്ചാല് നമുക്ക് എന്ത് മനസ്സിലാവും? അത്രയും ലൈറ്റിന്റെ ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോ ഈ മീസോഫിലിന്റെ വാളുമായിട്ട് ഇവരെങ്ങനെ അലൈൻ ചെയ്യാൻ തുടങ്ങും? അപ്പൊ അതൊക്കെ പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്യാൻ തുടങ്ങും. അപ്പോ ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ഹൈ ലൈറ്റ് ഇന്റൻസിറ്റിയില് ഇതാണ് മീസോഫിലെങ്കിൽ അലൈൻമെന്റ് എങ്ങനെയാവും? ക്ലോറോപ്ലാസ്റ്റിന്റെ അലൈൻമെന്റ് പെർപെൻഡിക്കുലർ ആവും. ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സൈറ്റിനെ ഡിസ്കസ് ചെയ്തു, ഗ്രീൻ ലീവ്സ് ആണെന്ന് പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടു. മീസോഫിൽ സെൽസ് ഉണ്ട്, മീസോഫിൽ സെൽസിന്റെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഇതിന് മീസോഫിൽ സെൽസിന്റെ വാളുമായിട്ട് ക്ലോറോപ്ലാസ്റ്റിന്റെ അലൈൻമെന്റ് എങ്ങനെയാന്ന് നമ്മൾ കണ്ടു. ആൻഡ് ഈ അലൈൻമെന്റ് പാരലൽ അലൈൻമെന്റ് ആണ് മോസ്റ്റ്ലി. ആൻഡ് ഈ പാരലൽ അലൈൻമെന്റ് എന്തിനെ ഹെൽപ്പ് ചെയ്തു? ഒപ്റ്റിമം ലൈറ്റും ഗ്രേറ്റർ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസിനും ഹെൽപ്പ് ചെയ്തു നമ്മൾ കണ്ടു. ആൻഡ് ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് വന്നത് ഹൈ ലൈറ്റ് ഇന്റൻസിറ്റിയിൽ ഇവർ എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടു. ഹൈ ലൈറ്റ് ഇന്റൻസിറ്റിയിൽ എങ്ങനെയാ അലൈൻമെന്റ്? പെർപെൻഡിക്കുലർ അലൈൻമെന്റ് ആയിട്ട് കണ്ടു. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഫസ്റ്റ് വിസിബിൾ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിന്റെ ഫസ്റ്റ് വിസിബിൾ പ്രോഡക്റ്റ് ചോദിച്ചാൽ എല്ലാവർക്കും തെറ്റുന്ന ഒരു ആൻസർ ആണ് ഗ്ലൂക്കോസ് എന്ന് പറയും. വിസിബിൾ പ്രോഡക്റ്റ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ സ്റ്റാർച്ച് ആണ്. ബ്രാക്കറ്റിൽ ഇതും കൂടി എഴുതണം, നോട്ട്
ഗ്ലൂക്കോസ് അല്ല, സ്റ്റാർച്ച് ആണ് ഫസ്റ്റ് വിസിബിൾ പ്രോഡക്റ്റ്. ഇനി നമ്മൾ ഈ റിയാക്ഷൻ കൂടുതൽ പഠിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പ്രോസസ്സ് 2 രീതിയിൽ നടക്കും. ഒന്നിനെ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ എന്ന് വിളിച്ചു, ഒന്നിനെ ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റിന്റെ നെസസിറ്റി ഉള്ള റിയാക്ഷന് ലൈറ്റ് റിയാക്ഷൻ എന്നും, ലൈറ്റിന് നെസസിറ്റി ഇല്ലാത്തതിന്, അതായത് ഡാർക്കിൽ നടക്കുന്ന റിയാക്ഷൻ അല്ല, ലൈറ്റിന്റെ നെസസിറ്റി ഇല്ലാണ്ട് അങ്ങനെ തെറ്റി ഡാർക്കിൽ നടക്കുന്നതിന് ഡാർക്ക് റിയാക്ഷൻ എന്ന് വിളിക്കരുത്. ലൈറ്റിന്റെ അത്രയും അത്യാവശ്യകത ഇല്ലാത്തതിന് നമ്മൾ ഡാർക്ക് റിയാക്ഷൻ എന്ന് വിളിച്ചു. ഇനി ഈ റിയാക്ഷൻ എവിടെയാ നടക്കുന്നത് നമുക്ക് നമ്മൾ നോക്കണം. അതെവിടെയാ? നമ്മൾ ആദ്യം ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ കാണാൻ പോവാണ്. ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ എങ്ങനെ? അതൊരു ഡബിൾ മെംബ്രെയിനസ് ഓർഗനലാണെന്ന് നമുക്കറിയാം. ആൻഡ് ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇതിന്റെ ഉള്ളിലുള്ളത് സ്ട്രോമ. ഒരു സാധനം കൂടി ഉണ്ട് ഇതിന്റെ ഉള്ളില്. എന്ത്? നമുക്കറിയാം ഡബിൾ സ്റ്റാൻഡേർഡ് സർക്യുലർ DNA ഉണ്ട് നമുക്കറിയാം. ആൻഡ് ചില സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ട്, 70S റൈബോസോം ഉണ്ട്. അത് കൂടാണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ചില സ്റ്റാക്സ് ഓഫ് കോയിൻ പോലത്തെ ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് വിളിച്ചു? ഓരോന്നിനെ നമ്മള് തൈലക്കോയിഡ് എന്ന് വിളിച്ചു. ഈ ഹോൾ തിങ്ങിനെ നമ്മള് ഗ്രാന എന്ന് വിളിച്ചു. ഗ്രാനം സിംഗുലർ, ഗ്രാന പ്ലൂറൽ. ഇനി നമ്മൾ വേറൊരു സാധനം കൂടി കണ്ടു. ഇത് തമ്മിൽ ചില സമയത്ത് സ്ട്രോമയിലേക്ക് കൂടി ഈ തൈലക്കോയിഡ് തമ്മിൽ ചില കണക്ഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? സ്ട്രോമ തൈലക്കോയിഡ് എന്നും കൂടി വിളിച്ചു. അപ്പൊ നമ്മൾ സ്ട്രക്ചർ കണ്ടു, എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റിന് എത്ര മെംബ്രെയിൻ ഉണ്ട്, അതിന്റെ ഉള്ളിൽ സ്ട്രോമ ഉണ്ട്, 70S റൈബോസോം ഉണ്ട്, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA, ഡബിൾ സ്റ്റാൻഡേർഡ് സർക്യുലർ DNA ആൻഡ് സ്റ്റാക്സ് ഓഫ് കോയിൻ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഓരോ കോയിനെ നമ്മൾ തൈലക്കോയിഡ് എന്ന് വിളിക്കുകയാണെങ്കിൽ ദ ഹോൾ സ്റ്റാക്കിനെ നമ്മൾ ഗ്രാനം എന്ന് വിളിച്ചു. ആൻഡ് ചില കണക്ഷൻസ് ഉണ്ട് ഒരു തൈലക്കോയിഡിന് മറ്റു തൈലക്കോയിഡിലേക്ക്. ആൻഡ് അതിന്റെ പേരാണ് സ്ട്രോമ തൈലക്കോയിഡ്. ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇനി ഞാൻ പറയാണ് ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ലൈറ്റ് റിയാക്ഷൻ എവിടെ നടക്കുന്നതാ? മെംബ്രെയിനസ് പാർട്ടിൽ നടക്കുന്നു. അതായത് എവിടെയൊക്കെ? ഗ്രാനം, സ്ട്രോമ, ലെമല്ല. ഗ്രാനത്തിലും സ്ട്രോമ ലെമല്ലയിലും നടക്കുന്നതാണ് എന്ത്? ലൈറ്റ് റിയാക്ഷൻ. പക്ഷെ ഡാർക്ക് റിയാക്ഷൻ ഇതേ സമയം എവിടെയാണ് നടക്കുന്നത്? ഒക്കറിൻ സ്ട്രോമ. കാരണം എന്തുകൊണ്ടാ? ഡാർക്ക് റിയാക്ഷന് വേണ്ട എൻസൈംസ് സ്ട്രോമയിലാണ് പ്രസന്റ്. അതുകൊണ്ട് ഡാർക്ക് റിയാക്ഷൻ സ്ട്രോമയിലാണ് നടക്കുന്നത്. അതേപോലെ ലൈറ്റ് റിയാക്ഷൻ എവിടെയാ? മെംബ്രെയിനസ് പാർട്ട് വിച്ച് ആർ ഗ്രാനം അല്ലെങ്കിൽ സ്ട്രോമ ലെമല്ല. ഇനി ഇവിടെങ്ങനെയാ? ലൈറ്റ് റിയാക്ഷനിൽ പിഗ്മെന്റ്സ് ട്രാപ്പ് ലൈറ്റ് എനർജി. പിഗ്മെന്റ്സ് ലൈറ്റ് എനർജി പതുക്കെ ട്രാപ്പ് ചെയ്തിട്ടാണ് ലൈറ്റ് റിയാക്ഷൻ നടത്തുന്നത്. ആൻഡ് there is synthesis of ATP and NADPH. NADPH ATP സിന്തസിസ് ആണ് നടക്കുന്നത്. അതായത് ലൈറ്റ് എനർജി വന്ന് അതിനെ കെമിക്കൽ എനർജി ആക്കി അങ്ങനെ ഡയറക്ട്ലി ഒരു ലൈറ്റ് ഡ്രിവൺ പ്രോസസ് ആണ്. ഡയറക്ട്ലി ലൈറ്റ് ഡ്രിവൺ ആണ് ഏത്? ലൈറ്റ് റിയാക്ഷൻ. ഇതേപോലെ ഡാർക്ക് റിയാക്ഷൻ എന്താ? സ്ട്രോമയിലാണ് നടക്കുന്നത്. ആൻഡ് മോസ്റ്റ്ലി ഇതൊരു എൻസൈമാറ്റിക് റിയാക്ഷൻ ആണ്. CO2 ഫിക്സേഷൻ ഓഫ് CO2 നടക്കുന്ന ഒരു എൻസൈമാറ്റിക് റിയാക്ഷൻ ആണ്. ആൻഡ് ഇവിടെ എന്തിന്റെ സിന്തസിസ് നടക്കുന്നത്? ATP NADPH അല്ല, ഇവിടെ സിന്തസിസ് ഓഫ് ഷുഗർ ആണ് നടക്കുന്നത്. ലാസ്റ്റ് പോയിന്റ്, ഡാർക്ക് റിയാക്ഷൻ ഇസ് നോട്ട് ഡയറക്ട്ലി ലൈറ്റ് ഡ്രിവൺ. അതായത് ലൈറ്റിനോടുള്ള ഒരു നെസസിറ്റി ആവശ്യമില്ല ഡാർക്ക് റിയാക്ഷനിൽ. ആൻഡ് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ പ്രോഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. ലൈറ്റിൽ ഡിപ്പെൻഡന്റ് അല്ല, പക്ഷെ ലൈറ്റിൽ നടക്കുന്ന ലൈറ്റ് റിയാക്ഷന്റെ, അതായത് ലൈറ്റ് റിയാക്ഷന്റെ പ്രോഡക്ട്സിൽ ഡിപ്പെൻഡന്റ് ആണ്. അതിന്റെ പ്രോഡക്ട്സ് വന്നാലേ ബാക്കി എൻസൈമാറ്റിക് പ്രോസസ്സ് ഡാർക്ക് റിയാക്ഷൻ നടക്കാൻ പറ്റും. നമ്മൾ 2 പാർട്ട് പഠിച്ചു, ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ. അത് എങ്ങനെയൊക്കെയാന്ന് പഠിച്ചു, എവിടെയൊക്കെയാ നടക്കുന്നതെന്ന് പഠിച്ചു, ഏതാ ഡയറക്ട്ലി ലൈറ്റ് ഡ്രിവൺ, ഏതാ അല്ലാത്തത്, എന്തിലാ ഡിപ്പെൻഡന്റ്. ഇനി ATPയും NADPHും സിന്തസിസ് ലൈറ്റിലാണോ ഡാർക്കിലാണോ എന്ന് വെച്ചാൽ എന്ത് പറയും?
ലൈറ്റിലാണ് ആൻഡ് ഷുഗർ ഏതിലാണ് ഉണ്ടാവുന്നത്? ഡാർക്കിലാണ്. ഫസ്റ്റ് വിസിബിൾ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ചോദിച്ചാൽ എന്ത് പറയും? സ്റ്റാർച്ച് എന്ന് പറയണം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം ആണ് കണ്ടത്. നമ്മൾ ഇനി നാളെ പാർട്ട് 2 ഈ ചാപ്റ്ററിന്റെ വാട്ട് ഇസ് ലൈറ്റ് റിയാക്ഷൻ NCERT ഈ ഭാഗം തൊട്ട് തുടങ്ങും. അപ്പോ വാട്ട് ഇസ് ലൈറ്റ് റിയാക്ഷൻ തൊട്ട് നമ്മൾ പാർട്ട് 2 കണ്ടിന്യൂ ചെയ്യും. ഇത്രയും NCERT ഇത്രയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ പഠിച്ച അത്രയും NCERT നന്നായിട്ട് വായിക്കുക ആൻഡ് റിവൈസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.